ദൈവം നമുക്ക് പിതാവായിട്ടുണ്ടെന്നുള്ള വലിയൊരു അറിവ്. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് തന്ന പദവി എത്ര വലുതാണ്. പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവസരം. 2 പ്രാർത്ഥനയാണ്. അവിടുത്തെ നാമം എന്താകണം? വിശുദ്ധീകരിക്കപ്പെടും. 3-ാമത്തെ കാര്യം, അവിടുത്തെ രാജ്യം വരണം. നമ്മൾ രാവിലെ ഒരു കാര്യം പറഞ്ഞു, എപ്പോഴും വരുമ്പോൾ ബഥേലിൽ കയറുമ്പോൾ തെക്ക് വെരി ഗുഡ്. അപ്പോൾ ഒന്ന് എഴുന്നേറ്റ് ഇന്ന്, ഒന്നുകൂടെ ഒന്ന് എഴുന്നേറ്റ് ഇന്ന് നമുക്കൊന്ന് വടക്കിനോട് യെശയ്യാ വചനഭാഗം മറക്കരുത്. യെശയ്യാവ് 43 ആരെങ്കിലും ചോദിച്ചാൽ അത് പറഞ്ഞോണേ. യെശയ്യാവ് 43. യെശയ്യാപ്രവചനം 43-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ഞാൻ നിൻ്റെ സന്തതിയെ, എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിൻ്റെ സന്തതി ഞാൻ കിഴക്കുന്ന് വരുത്തുകയും പടിഞ്ഞാറുനിന്ന് ശേഖരിക്കുകയും ചെയ്യും. ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടഞ്ഞു വെക്കരുതെന്ന് കൽപ്പിക്കും. വടക്ക് അതാണ്. കൈനീട്ടി പ്രാർത്ഥിച്ചായിട്ട് എല്ലാവരും വടക്കിനോട് നോക്കി തിരിഞ്ഞു നിന്ന്, വളരെ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന്, ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് നോക്കല്ല, അങ്ങോട്ട് തന്നെ തിരിഞ്ഞു നിന്ന് വടക്കിനോട് പറഞ്ഞ് വടക്കിനോട് തരിക, വടക്കിനോട് തരിക എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, വടക്ക് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ട ആത്മാക്കൾ, വടക്ക് നിന്ന് വരേണ്ട ആത്മാക്കളെ തടഞ്ഞു വെച്ച സകല ബന്ധനങ്ങളെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. വടക്കിനോട് തരിക, വടക്കിനോട് തരിക, വടക്കിനോട് തരിക, വടക്കിനോട് തരിക, വടക്കിനോട് തരിക, വടക്കിനോട് തരിക എന്ന് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, തടഞ്ഞു വെക്കരുതെന്ന് യേശുവിൻ്റെ നാമത്തിൽ തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, തടഞ്ഞു വെക്കരുത്. തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, തടഞ്ഞു വെക്കരുത്. തെക്കിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, തടഞ്ഞു വെക്കരുത്. തെക്കുന്ന് വരാനുള്ള ആത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാക്കി ഞങ്ങൾ ചോദിക്കുന്നു. കിഴക്കിനോട് പടിഞ്ഞാറിനോട് ഞങ്ങൾ കൽപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ കൂട്ടിവരുത്തട്ടെ, 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 കൂട്ടിവരുത്തട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. കൽപ്പിച്ചാട്ട് പ്രാർത്ഥിച്ചാട്ട് ദിക്കുകൾ തടഞ്ഞു വെച്ച ആത്മാക്കൾ കൂട്ടം കൂട്ടമായിട്ട് കടന്നു വരട്ടെ. അതിന് വിരുദ്ധമായിട്ടുള്ള സകല തടസ്സങ്ങളെ, സകല ബന്ധനങ്ങളെ, സകല ജാതി മത പൗരോഹിത്യ രാഷ്ട്രീയ ശക്തികളെ ഞങ്ങൾ ബന്ധിച്ച് ദിക്കുകൾ സ്വതന്ത്രമാകട്ടെ, ദിക്കുകൾ സ്വതന്ത്രമാകട്ടെ. ആത്മാക്കൾ വരട്ടെ, കൂട്ടമായി വരട്ടെ, കൂട്ടം കൂട്ടമായിട്ട് വരട്ടെ, കൂട്ടം കൂട്ടമായി വരട്ടെ. ഇത് യഹോവയാൽ സംഭവിച്ച് ഒരു അന്ത്യകാല ആഗോള ഉണർവിൽ ഞങ്ങളിതെല്ലാം കൽപ്പിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ബാല്യക്കാർ എഴുന്നേറ്റ് വരട്ടെ. 4 ദിക്കിന്നും ബാല്യക്കാർ വരട്ടെ, 4 ദിക്കിന്നും ബാല്യക്കാർ വരട്ടെ, 4 ദിക്കിന്നും ബാല്യക്കാർ വരട്ടെ, 4 ദിക്കുകളിൽ നിന്നും ബാല്യക്കാർ വരട്ടെ, യൗവനക്കാർ വരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യ ഉണർത്തപ്പെടട്ടെ. ഇന്ത്യയുടെ തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് യേശുവിൻ്റെ നാമത്തിൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾ കർത്താവിന് വേണ്ടി ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആമീൻ, ആമീൻ, ആമീൻ. നമുക്ക് ദിവസത്തിരിക്കാം. അങ്ങയുടെ രാജ്യം വരണമേ. ഇതെന്നും പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. 3-ാമത്തെ ഒരു കാര്യം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം എങ്ങനെ തരണമേ? ദിനം പ്രതി തരണമേ. എൻ്റെ ഒരു പ്രാർത്ഥനയുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് അതുകൂടാണ്. എനിക്കല്ല, പിന്നെ ആർക്കാണ്? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഞങ്ങൾക്ക്. നമ്മുടെ ഞങ്ങൾ എന്നുള്ള സർക്കിൾ വലുതായിക്കൊണ്ടേയിരിക്കണം. പ്രാർത്ഥനാ മുറിയിലാണ് ഞങ്ങൾക്ക് പലപ്പോഴും നമ്മുടെ സർക്കിൾ വലുതാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിയിലെ സർക്കിൾ വലുതാകുന്നതനുസരിച്ച് നമ്മൾ വലുതായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനാ മുറി എത്രയും വലുതാക്കുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് കൂട്ടുകയല്ല. പ്രാർത്ഥനാ മുറിയിലെ സമയം, പ്രാർത്ഥനാ മുറിയിലെ വ്യക്തികൾ, അവരുടെ എണ്ണം കൂടുന്തോറും, സമയം കൂടുന്തോറും ദൈവമേ നമ്മളെ ദൈവം വലുതാക്കിക്കൊണ്ടേയിരിക്കും. നോക്കൂ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ദിനം പ്രതി തരണമേ. അടുത്തൊരു വാക്കാണ്, ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് കടംപെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കുന്നു. ഇത് ആനുപാതികമാണ്, ആപേക്ഷികമാണ്. നമ്മൾ ക്ഷമിച്ചതുപോലെ എന്നുള്ളതാണ് പറയുക. കർത്താവേ, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് എന്ത് ചെയ്യണമേ? കണ്ടീഷണൽ ക്ലോസാണ്. ക്ഷമിച്ചതുപോലെ. അപ്പോൾ ക്ഷമിക്കപ്പെടണമെങ്കിലുള്ള ഏറ്റവും വലിയ കാര്യം ക്ഷമിക്കാനുള്ളൊരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ക്ഷമിക്കാനുള്ളൊരു കൃപ തരണം. അത് ആഗ്രഹിക്കുന്നവരൊന്നും പ്രാർത്ഥിച്ച്. ക്ഷമ എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. നമ്മളീ പറയുന്ന പോലെ അത്ര എളുപ്പം, പക്ഷേ അതിൽ വളരാൻ ഒക്കുന്നൊരു കാര്യമാണ്. ഒരു ദിവസം കൊണ്ടായിരിക്കത്തില്ല,
വളരാനൊക്കുന്ന പോലെ ഒരു കാര്യമാണ്. ഓരോ ഉപവാസ പ്രാർത്ഥനയിലും കർത്താവോട് പ്രാർത്ഥിക്കണം നമ്മുടെ ക്ഷമ വർദ്ധിക്കാൻ, നമ്മുടെ ദേഷ്യഭാവങ്ങൾ മാറാൻ, കുറച്ചുകൂടെ ദൈവിക സ്വഭാവത്തിൽ വളരുവാൻ. കർത്താവെ, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് എന്ത് ചെയ്യണമേ? ക്ഷമിക്കണമേ. അടുത്തത്, ഞങ്ങളെ പരീക്ഷയിൽ എന്ത് ചെയ്യണേ? കടത്തരുത്. എല്ലാവരും പറഞ്ഞേ, പരീക്ഷയിൽ. പരീക്ഷയിൽ 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 കടത്തരുത് പറയുമ്പോൾ ഓർക്കണം, കർത്താവ് നമ്മളെ പരിശോധിക്കും. ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം. പരിശോധന കർത്താവ് തരുന്നത് നമ്മളെ പൊന്നുപോലെ പുറത്ത് കൊണ്ടുവരാനാണ്. എന്നാൽ ദുഷ്ടൻ നമ്മളെ ടെംപ്റ്റ് ചെയ്യും. പരീക്ഷ, ടെംപ്റ്റേഷൻസ്, അത് നമ്മളെ തകർക്കാനാണ്, നമ്മളെ ഇല്ലാതാക്കാനാണ്. അപ്പോൾ പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുതേ? പ്രവേശിപ്പിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ചേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഒന്നുകൂടെ പറഞ്ഞേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുതേ? ഈ നമ്മൾക്കെല്ലാവർക്കും പരീക്ഷ ഉണ്ടാകും. ഓരോ മേഖലയിലായിരിക്കും ഓരോരുത്തർക്ക്. നമ്മൾ കാണാത്ത രീതിയിലായിരിക്കാം പരീക്ഷകൾ വരുന്നത്. അപ്പോൾ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങൾ അത് തുല്യമായി കൂട്ടുമുട്ടുമ്പോഴാണ് നമ്മൾ സാധാരണ പെട്ടുപോകുന്നത്. ഒന്ന്, പാപത്തോടൊരു സമ്മതം. അർത്ഥസമ്മതം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിനകത്തൊക്കെ കിടപ്പുണ്ടായിരിക്കാം, സ്വാഭാവികമാണ്. നമ്മൾ വീണ് പോകുന്ന ജഡത്തിൽ പൂർണ്ണമായി വീണ്ടെടുക്കപ്പെട്ട് പ്രാപിക്കാത്ത ഒരു ജഡത്തിൽ വസിക്കുന്നതുകൊണ്ട് നമ്മൾ മനുഷ്യരാണ്. പക്ഷേ സമ്മർദ്ദങ്ങൾ നമുക്കുണ്ട്. ഒരു പരിധിവരെ എന്തൊക്കെയോ സമ്മതങ്ങളും നമുക്കുണ്ട്. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. രക്ഷപ്പെട്ടു പോകുന്ന ഒരു കാര്യം കൊണ്ട് ദൈവം വീഴാതെ സാഹചര്യങ്ങളിൽ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. എല്ലാവരും പറഞ്ഞേ, എന്തൊഴിവായി? സാഹചര്യം. ചേർന്ന് പറഞ്ഞേ, സാഹചര്യം. എന്തായി? സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകും. സാഹചര്യത്തിൽ നിന്ന് ഒഴിവാകും. സാഹചര്യം ഒഴിവാകുന്നതുകൊണ്ടാണ് രക്ഷപ്പെട്ടു പോകുന്നത്. സാഹചര്യത്തിൽ പെട്ടുപോയാൽ തീർത്തില്ലേ? സാഹചര്യം അപകടമാണോ? അപകടമാണ്. രാവിലെ സുൽപാസ് പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു അനുഭവങ്ങളും തന്നെ പറയുകയാണ്. ചിലപ്പം അങ്ങനെ ഉണ്ടോ ഒരിടപാട്? ഇതെന്തോ ഇടപാടാണ് ഇത്? ഇവരൊക്കെ ആരാന്ന ഇവരുടെ ചിന്ത? കാര്യങ്ങൾ ചോദിച്ച് തന്നെ നമുക്ക് ക്ലിയറായിട്ട് തന്നെ അങ്ങ് പോയാൽ മതി. അതിനകത്ത് പ്രത്യേകിച്ച് ആരും പഠിക്കണം. ഞാൻ തന്നെ ചോദിക്കാം, ആഹാ അങ്ങനെ ഉണ്ടോ ഒരിടപാട്? ഇതെന്നെ വെള്ളരിക്കപ്പെട്ടണോ? ഞാൻ ചോദിക്കാം. ചോദിച്ചു, വിളിച്ചു, കൃപ എടുത്തില്ല. ഒരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെന്നെ തിരിച്ചു വിളിച്ചു. എന്തിനാ വിളിച്ചേ? കുഞ്ഞെ, നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിരുന്നു. സന്തോഷമാണ്. ക്രൈസ്തലോ? ഓക്കെ. എടുക്കാഞ്ഞത് എന്തോ ഒഴിവാക്കിയതാ? സാഹചര്യം. പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുത്? പ്രവേശിപ്പിക്കരുത്. എന്നും പ്രാർത്ഥിച്ചോണം. തോക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കൊണ്ടിടരുതേ. തോക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കൊണ്ട് ഇടരുതേ. തോക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ കൊണ്ട് എന്ത് ചെയ്യരുതേ? ഇടരുത്. നമ്മൾ ഈ ചില സാഹചര്യങ്ങളിൽ ചെന്നപ്പെട്ടു. അവിടെ നമ്മൾ ചിലപ്പോഴൊക്കെ ദൈവനാമം ദുഷിക്കപ്പെടാം. ഞാൻ എല്ലാ വിനയത്തോടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. വൺസ് അപ്പോൺ എ ടൈം ദെയർ വാസ് എ മാൻ ലിവ്ഡ് ഇൻ അമേരിക്ക, ഹിസ് നെയിം ഈസ് എന്നൊക്കെ പറയുമ്പം അത് അത്രയും കൃത്യമായി തോന്നണമെന്നില്ല. പക്ഷേ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു കുറച്ചുകൂടെ മനുഷ്യർക്ക് മനസ്സിലാകും എന്നുള്ള ചിന്തയിലാണ് എളിയവൻ വിനയപ്പെട്ട് പറയുക. സാഹചര്യം മനുഷ്യനെ അബദ്ധത്തിലാക്കും. കൺവെൻഷൻ പ്രസംഗൻ എന്നുള്ള നിലയിൽ പ്രസംഗങ്ങൾക്കൊക്കെ പോകാൻ തുടങ്ങിയ പിച്ച വെച്ച കാലങ്ങളിൽ ഒരു വട്ടം ഈ എളിയവന് എൻ്റെ ഭാര്യ ഉണ്ടെന്നതിനും വേറെ പുതിയൊരു വിശ്വാസ കുടുംബമായിട്ട് കാറിൽ റാന്നി അറിയാവുന്ന കുറേ പേരുണ്ടല്ലോ, റാന്നിക്കാരുമുണ്ട്. റാന്നി അറിയാവുന്നവരൊന്ന് കൈവക്കാം. റാന്നി പ്രസംഗങ്ങളറിയാം. റാന്നിക്കാരുമുണ്ട് അല്ലേ? റാന്നിക്കാരുണ്ടോ? റാന്നിക്കാരൻ്റെ അതുകൊണ്ട് റാന്നിക്കാരൻ വരുന്നുണ്ട്. ജോയൽ അല്ലേ മോനെ? ജോയലല്ലേ? ഓക്കെ. ഞാൻ രാവിലെ കണ്ടൊരു പഞ്ചായത്ത് മെമ്പറിൻ്റെ അനിയനുണ്ടായിരുന്നു. ഞങ്ങളുടെ സാറിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് അനിയനാണ്. അങ്ങ് അവിടങ്ങാടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ അനിയൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ റാന്നി പാലത്തിലോട്ട് ഞാൻ കയറി ഇറങ്ങുമ്പോൾ എൻ്റെ അമ്മാച്ചൻ്റെ വീടാണ്. അമ്മാച്ചൻ്റെ അച്ഛനാണ്, മരിച്ചുപോയി. നല്ല മനുഷ്യനാണ്. അമ്മാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ആങ്ങളാണ് അമ്മാച്ചൻ. അപ്പോൾ അച്ഛനെ ഞാനും കണ്ട ഒരുപോലെ ഇരിക്കുമെന്ന് പറയും. അപ്പോൾ അച്ഛനും പറയും സാധാരണ, എടാ എൻ്റെ ചായയുള്ള ഏക അനുഗ്രഹം നീയാടാ. അപ്പോൾ അച്ഛനും ഞാനാണ് ഈ സഭയിലെ വലിയൊരു കോറപ്പിസ്കോപ്പ് അച്ഛനാണ്. ഞാനിങ്ങോട്ട് അവിടെ നിന്ന് കയറി ഇറങ്ങി വരുമ്പോൾ
അവിടെ ആരോ നിന്ന് അച്ഛൻ്റെ വീട്ടിലോട്ട് നോക്കി ചീത്ത വിളിക്കുന്നു, അസഭ്യം പറയുന്നു, ഭയങ്കരമായിട്ട്. ആൾക്കാരെല്ലാം അവിടെ ഇവിടെയും കൂടി നിൽക്കുക. ഇത് ആരുടെ അച്ഛനെ ചീത്ത വിളിക്കുന്നേ? ഞാൻ പതുക്കെ ഇറങ്ങി അങ്ങോട്ട് നോക്കിയപ്പോൾ അച്ഛൻ്റെ മോൻ ജെല്ലി കൂടെ നോക്കുക, എൻ്റെ അനിയനാ. അവിടെ ഞാൻ ചോദിച്ചു, എന്താ മോനെ? അത് നമ്മുടെ ഇളയ പിള്ളേരാ. അച്ഛാ അറിയില്ല, കുറേ നേരമായി ഇവനങ്ങ് ചീത്ത വിളിക്കും. ഇവൻ എന്തിനാണ് ചീത്ത വിളിക്കുന്നത്? അറിയില്ല ചേച്ചി, ഇവനങ്ങ് ചീത്ത വിളിക്കുക. ആ അച്ഛനെ, എൻ്റെ അമ്മച്ചനെ ചീത്ത വിളിക്കല്ലേ. ഞാൻ പതുക്കെ അടുത്ത് ചെന്നു. സഹോദരൻ പറഞ്ഞു, സഹോദരാ, നമ്മളൊരു അച്ഛനെ ചീത്ത വിളിക്കുന്നത് ദോഷമല്ലയോ, മോശമല്ലയോ? ഇവൻ എൻ്റെ നേരെ ഒരു വരവ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അക്കരെ നിന്നുണ്ട്, അപ്പുറത്ത് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, എടാ സൂക്ഷിക്കണം, അവൻ്റെ കയ്യിൽ ഏതാണ്ട് ഉണ്ട്, നീ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. എനിക്കും അങ്ങ് കലിപ്പ് കയറി. ഇനി ഇവന് ഓടി അവൻ എന്നെ ചൊല്ലം ചെയ്താൽ എന്തോ? അവനെ എൻ്റെ അമ്മാച്ചനെ ചീത്ത വിളിച്ചില്ലയോ? ഞാൻ അനന്തരനല്ലയോ? മോശമല്ലയോ? ബ്ലഡ് ഈസ്, കേട്ടോണ്ടോ ചൊല്ലേ, ബ്ലഡ് ഈസ് സ്റ്റിക്കർ ദാൻ വാട്ടർ. ഇപ്പോഴല്ല, പണ്ട്. ഇപ്പം എല്ലാവരും ആസ്പിരിൻ എടുക്കുന്നതുകൊണ്ടാണ്. ഇപ്പം ബ്ലഡ് ഈസ് സ്റ്റിക്കർ. വി ക്യാൻ സേ ദാറ്റ് ബ്ലഡ് ഈസ് സ്റ്റിക്കർ ദാൻ വാട്ടർ ബിക്കോസ് പീപ്പിൾ ആർ ടേക്കിംഗ് ആസ്പിരിൻ, സോ ദർ ബ്ലഡ് മേ നോട്ട് സ്റ്റിക്ക്. ആം ഐ റൈറ്റ്? പക്ഷേ സ്വന്തമായിട്ട് പറഞ്ഞാൽ ബ്ലഡ് ഈസ് സ്റ്റിക്കർ ദാൻ വാട്ടർ. എൻ്റെ രക്തമൊക്കെ തിളച്ചു. എൻ്റെ അമ്മച്ചനെ ചീത്ത വിളിക്കുക. ഞാൻ മുണ്ടങ്ങോട്ട് കയറ്റി കുത്തി. അപ്പം ഞാൻ ഒരു സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ചെന്നും, നിനക്കിനും ധൈര്യമുണ്ട് ഒറ്റ അക്ഷരം വേണ്ടാൻ. അവന് ലൈവ് പോവാണോ? അല്ലേ, ഇത് ലൈവല്ലേ? ലൈവാണ്. എന്തായാലും നിനക്കിനി എൻ്റെ അമ്മച്ചനെ ചീത്ത വിളിക്കുക, ഒരൊറ്റ അക്ഷരം വിടാങ്ങി. ആ ഞങ്ങൾ അനന്തരന്മാർ ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് മിണ്ടരുത് നീ. ഞാനിത് പറയും. ഒരുത്തൻ അവിടുന്ന് ഒരൊറ്റ അട്ടി ഇവനിട്ട്. കാരണം എല്ലാവരും പേടിച്ച് നിൽക്കുക. ഒരാൾ തൊട്ടപ്പോൾ എല്ലാവരും തൊടുമല്ലോ. ഈ ഗ്രൂപ്പ് മൊബൈലിറ്റി ഉണ്ട്. കൂട്ടത്തിൽ ഇന്ന് എല്ലാവരും അടിക്കും. ചിലപ്പോൾ നമ്മൾ രണ്ടും കൂടെ പോകുമ്പോൾ നമ്മളെ ഒരാൾ തല്ലിയാൽ നമ്മുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് നമ്മളെ തല്ലും. എന്തിനാണെന്നറിയത്തില്ല. അതൊരു സൈക്കോളജിയാണ്. എല്ലാവരും കൂടെ കൂടി അവിടെ നിൽക്കുന്നതിനെ തല്ലും. അപ്പോൾ വരുന്നോ ഇവനെ അടിക്കുക. എനിക്ക് മനസ്സിലായി ഇവനെ തല്ലിക്കൊല്ലും. ഞാനിവനെ തല്ലിക്കൊല്ലാതിരിക്കാൻ വേണ്ടി എനിക്ക് ബോധം ഉണ്ടായി. ഞാനിവൻ്റെ പുറത്ത് കയറി, ഇവൻ നിലത്ത് കിടക്കുക, ഇവൻ്റെ പുറത്ത് കയറി കിടന്നു. എനിക്ക് കുറേ അടി കിട്ടി. കാരണം ഇവനെ അടിച്ചു നോക്കി എനിക്കും കിട്ടി. അവസാനം ഇവനെ വിടണ്ടേ, ഞാൻ ഇവനെ പൊക്കിയെടുത്ത് ഏറി നിർത്തി ഓടിച്ച് കൊണ്ടെല്ലാം കയറ്റി ഗ്ലാസ്സൊക്കെ വെച്ചേക്കുക. ഞാൻ കൂടെ അക്കരെ കയറ്റിവിട്ടിയാൽ ഇവനെ പാലത്തിനക്കരെ കയറ്റിവിട്ടു. അയ്യോ, ഞാൻ അന്നത്തെ റോഡെല്ലാം ബ്ലോക്കായി. പുല്ലൂർ മൂവാറ്റുപുഴ റോഡ് ബ്ലോക്കായി. പാസ്റ്റർ പ്രിൻസ് തോമസ് ആണേ. അവനെ ഞാൻ കയറ്റിയെല്ലാം വിട്ടു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ. അന്ന് വൈകിട്ട് കൺവെൻഷൻ നടത്തേണ്ട സ്ഥലത്തെ സംഘാടകരായ കുഞ്ഞുങ്ങൾ കുറേ പേര് ബസ്സായിരിപ്പുണ്ട്, ബ്ലോക്കല്ലേ. അവരെന്നെ വിളിച്ച് ചോദിച്ചു, പാസ്റ്റർ ആടുതോമ കലക്കൻ പ്രകടനമായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, പാസ്റ്റർ ആടുതോമ ആരാ? അതാൻ്റെ സ്പടികം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഇതുപോലെ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് മുണ്ടൊക്കെ പറഞ്ഞ് അറിയാവുന്നവരുണ്ട്, കണ്ടില്ലേ? മോഹൻ കണ്ടാൽ അറിയാം. പിന്നെ അപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് പാസ്റ്റർ പ്രിൻസ് ആരായി? വിളിക്കരുതേ പ്ലീസ്. ഈ പ്രിൻസ് തോമസിനും ആടുതോമയ്ക്കും ഇടയ്ക്ക് മിനിറ്റല്ലേ ഉള്ളൂ. തമ്പുരാനെ പ്രാർത്ഥിച്ചോണം, എന്തിനകത്ത് കൊണ്ടിടല്ലേ. ഞാൻ തോക്കപ്പെടുന്ന പരീക്ഷയ്ക്കകത്ത് എന്നെ കൊണ്ടിടാതെ തെറ്റാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ തന്നെ പിടിപ്പിച്ചോണേന്നങ്ങ് പ്രാർത്ഥിക്കണം. കരമുയർത്തി പ്രാർത്ഥിച്ചേ അതുകൊണ്ട് കർത്താവേ, ഞാൻ മനുഷ്യനാണ്. എൻ്റെ ഒരു നാക്കുകൊണ്ട് ഞാൻ പിഴയ്ക്കുമെങ്കിൽ, വാക്കിൽ ഞാൻ പിഴയ്ക്കുമെങ്കിൽ ആ സാഹചര്യങ്ങളെ രക്ഷിക്കണേന്ന്, ഒഴിവാക്കണേന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. വാക്കുകൊണ്ട് പോലും പിഴയ്ക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ കൊണ്ട് വീഴാതെ പ്രാർത്ഥിക്കണം. കർത്താവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ. അടുത്തത്, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണേ? വിടുവിക്കണം. ഈ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം പോലെ ഇവിടെയാണ് ഏത് നിമിഷവും വിഴുങ്ങാൻ തക്കോണം പിശാചിങ്ങനെ ഓടി നടക്കുക. ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണേ? വിടിപ്പിക്കണമേ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുത്. എല്ലാവരും പ്രാർത്ഥിക്കണേ. എന്തിലേക്ക് പ്രവേശിപ്പിക്കരുതേ? ഞാൻ ഉദ്ദേശിച്ച ടെസ്റ്റ് അല്ല. ടെസ്റ്റ് ആൻഡ് ബോത്ത് ടെംപ്റ്റേഷൻ. ദുഷ്ടനൊരുക്കുന്ന കെണികൾ, പരീക്ഷകൾ. കർത്താവ് ഒരുക്കുന്ന പരീക്ഷയുണ്ട്, പരിശോധനയുണ്ട്. ഗോഡ് ടെസ്റ്റഡ് അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഞാൻ മനുഷ്യൻ, ഞാനോ ജഡമയൻ. അങ്ങനല്ലേ വേദോസം പറഞ്ഞത്? ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയവങ്ങളിലുണ്ട്. അല്ലേ? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല.
പിള്ളേർ പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒരൊറ്റ കൊച്ചിൻ്റെ പേര് പറഞ്ഞു. എനിക്ക് പഠിക്കുകയൊന്നും വേണ്ട, ഞാനിങ്ങനെ എനിക്ക് പഠിക്കണ്ടെന്ന് നിങ്ങളെന്തിനീ പറയുന്നത്? ചുമ്മാ പറഞ്ഞാൽ പോലും പഠിക്കണമെന്ന് ആഗ്രഹമില്ലാത്ത ഒറ്റ കൊച്ചുണ്ടോ? പറ പറ. ഇല്ല, എല്ലാ പിള്ളേർക്കും എന്തുണ്ട്? പഠിക്കണമെന്ന് ആഗ്രഹം. പിന്നെ എന്താ ഒക്കാത്തേ? ഞാൻ 10ാം ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ അപ്പ എനിക്ക് അന്ന് ഏറ്റവും പ്രഷ്യസ് ആയിട്ടൊരു ഗിഫ്റ്റുണ്ട്. മോനെ, നീ 10ലല്ലേ? അപ്പയുടെ സമ്മാനം ഇന്നതാ. തന്നെ പോയി മേടിച്ചുകൊണ്ട് വന്നു. ഒരിക്കലും അങ്ങനെ കടയിലൊന്നും പോകാത്ത അപ്പ തന്നെ പോയി, നടന്ന് പോയി ഒരു എന്താണ് ഒരു ടൈറ്റാൻ്റെ കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചുകൊണ്ട് തന്നു. ഇന്നത് കുറവാണ്. ഒരു വട്ടത്തിരിക്കുന്ന ഒരു സാധനം. എന്താ പേര്? ടൈം പീസ്. അതെന്തിനാ? അലാറം അടിക്കാനാ. നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. 10ാം ക്ലാസ്സിലല്ലേ? 4 മണിക്ക് വെക്കും. എന്നിട്ടോ 4 മണിയാകുമ്പോൾ എന്നും അട്ടിയാ ഇത്. ഒറ്റ അട്ടിയ. എന്താ ചെയ്തു? കൈ നീട്ടി അത് ഓഫ് ചെയ്തു. എന്നിട്ട് പിന്നെയും കിടന്ന് ഉറങ്ങി. പരീക്ഷ വന്ന് തലേ കയറി. പഠിച്ചതെല്ലാം എന്ത് ചെയ്തു? നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മയുടെ പ്രമാണം. മനുഷ്യർക്കെല്ലാം നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലേ? പഠിക്കണമെന്ന് ആഗ്രഹമില്ലേ? തലേദിവസം ഉറങ്ങാതിരിക്കുക. എന്നിട്ടോ പരീക്ഷ ഹാളിൽ പോയപ്പോൾ എല്ലാം ബ്ലാങ്ക് ഔട്ടായിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയെന്ന്. ഞാൻ പറഞ്ഞു, നേരത്തെ പഠിക്കണ്ടേ? ഇല്ല, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം. എൻ്റെ ഒരു നല്ല സഹൃദയനായ ഒരു സുഹൃത്ത്, നല്ല മാന്യനാ, ജെൻറ്റിൽമാനാ, സച്ച് എ ജെൻറ്റിൽമാൻ. ഇത് എൻ്റെ അടുക്കെന്ന് പറഞ്ഞു, എൻ്റെ അളിയാ എന്താ? ഞാനൊരു തീരുമാനം എടുത്തു പുതുവത്സരത്തിലാണ്. ഞാൻ ചെയ്യുന്ന കഠിനമായ തീരുമാനമാണ്, കഠോരമായ തീരുമാനമാണ്, വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്, ധീരമായ തീരുമാനമാണ്, മാറ്റങ്ങളില്ലാത്ത തീരുമാനമാണ്, അഴിവില്ലാത്ത തീരുമാനമാണ്. എന്താടാ നീ എടുത്തേ ഇത്രയും കാര്യമായിട്ട്? എടാ നിനക്കറിയാമോ? അറിയാം. കഠിനമായൊരു തീരുമാനം ഞാൻ അങ്ങ് എടുത്തടാ. തെറ്റായിരിക്കാനും ശരിയായാലും. എടാ എന്താടാ പറയടാ? ഈ വർഷം ഇനി ഒന്നും തീരുമാനിക്കുന്നില്ലെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. വെരി സിമ്പിൾ. കാരണം എല്ലാ വർഷവും കുറേ തീരുമാനം എടുത്തല്ലാതെ ഒരു കാര്യം എന്ത് ചെയ്തില്ല, നടന്നില്ല. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. നന്മ ചെയ്യണമെന്ന് എനിക്ക് എന്തുണ്ട്? ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്ത ഒരു തിന്മ. അതെല്ലാ കാര്യത്തിലും അങ്ങനെ. എല്ലാവർക്കും ഉണ്ട് ഡയബറ്റിക് കൺട്രോൾ ആക്കണമെന്ന്. എന്നാലും കല്യാണത്തിനൊക്കെ പോയാൽ രണ്ടാമത് ഐസ്ക്രീം കൗണ്ടറിൽ പോയെങ്കിൽ ഓർത്തോണം, ഇൻസുലിൻ 40 യൂണിറ്റ് എടുക്കുന്നവരാണ്. ഈ കൊളസ്ട്രോൾ കൂടിയ ചിലർ ഈ പിള്ളേരോട് വിളമ്പുന്ന പിള്ളേരോട് ചൂടാകുന്ന കാണാം. എന്നോട് നിൻ്റെ കൈ വിറയ്ക്കാന്നടാ, നിനക്ക് പീസ് പിറ പീസ് നിൻ്റെ നീ അവിടെ നിൽക്കുക, നീ പീസിലിട്ട് പോയാൽ മതി. നിൻ്റെ കൈക്ക് എന്നെ വിറയിൽ വല്ലതും ഉണ്ടോ? അച്ചായൻ്റെ കൊളസ്ട്രോൾ 400. പുള്ളിയോട് ചോദിച്ചാൽ പറയും വീട്ടിലൊന്നുമില്ല, കല്യാണത്തിന് പോകുമ്പോഴേ ഉള്ളൂ, പക്ഷെ ഒറ്റ കല്യാണം വിടത്തില്ല. എന്നും കല്യാണമാണ്. നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് സമ്മതിക്കാത്തൊരു തിന്മയുടെ പ്രമാണം എൻ്റെ അവയത്തിൽ ഇരിപ്പുണ്ട്. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ. ഇവിടെയാണ് പ്രാർത്ഥിക്കേണ്ടത്. കർത്താവേ, എന്നെ പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കാൻ. അതൊരു തുറന്ന സമർപ്പണമാണ്. ഞാൻ സാധുവാണ് കർത്താവേ, ഞാൻ സാധാ മനുഷ്യൻ, എന്നെ രക്ഷിക്കണമെന്നുള്ള പ്രാർത്ഥന. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, പരീക്ഷയിലേക്ക് എന്നെ എന്ത് ചെയ്യരുതേ? പ്രവേശിപ്പിക്കരുത്. അടുത്തത് കർത്താവ് പറയുകയാണ്, ദുഷ്ടങ്കിൽ തന്നെ എന്ത് ചെയ്യണേ? വിടുവിക്കണമേ. നമ്മുടെ എല്ലാവരുടെയും ജീവൻ്റെ നേരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നേരെ, ശുശ്രൂഷയ്ക്ക് നേരെ, സഭയ്ക്ക് നേരെ ദുഷ്ടൻ്റെ ഒത്തിരി പദ്ധതികളുണ്ട്. പക്ഷെ കർത്താവ് ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിലും നമ്മളെ വിടുവിക്കുകയാണ്. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളതാണ്. 1988 അത് ഞങ്ങൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് ആരാധിക്കുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞ അനുസരിച്ച് ഞങ്ങളുടെ ഉള്ള ഒരു സ്ഥലത്തിൻ്റെ പോർഷൻ കർത്തസഭയ്ക്ക് എഴുതി കൊടുത്തിട്ട് അവിടെ ഹോള് പണിയുക. അപ്പോൾ അതിൻ്റെ വാർപ്പിൻ്റെ സമയമായി. ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾ രക്ഷിക്കപ്പെടുക. പക്ഷേ ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോഴേ അപ്പം അന്ന് മിലിറ്ററിയിലാണ്. പക്ഷേ അപ്പം അന്ന് കണ്ടൊരു ദർശനമുണ്ട്, ഇവനൊരു ആൺകുട്ടിയായിരിക്കും, ഇവൻ്റെ 20ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കും. പിന്നെ കടയൊക്കെ വിട്ടു, പിന്നെ ബിസിനസ്സും കടയും കൂടെ കുറച്ച് നാൾ പിന്നെ ബിസിനസ് വിട്ടൊരു സഭ. അപ്പോൾ പ്രസംഗിക്കാതിരുന്നേക്കുമ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ടെങ്കിൽ അപ്പം കൂടെ പറയും, ഇവനും ഞാനും കൂടെ പ്രസംഗിക്കും എന്ന് പറയും. അപ്പോൾ ഞാൻ ചിലപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, വിഷയമില്ലാതെ വരുമ്പോൾ ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. വിഷയാവതരണത്തിൽ ദാരിദ്ര്യം വരുമ്പോൾ നമ്മളെ കോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഏതായാലും അന്ന് 15 വയസ്സ്. ആ സമയത്ത് SLC റിസൾട്ട് വന്നു. റിസൾട്ട് വന്നിരിക്കുന്ന സാമാന്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു.
അതിൻ്റെ പിറ്റേ ദിവസം റിസൾട്ട് വന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എല്ലായിടത്തും രാവിലെ മുട്ടായിയൊക്കെ കൊടുക്കാൻ പോയിട്ട് തിരിച്ചു വന്ന് ഞാൻ കൊണ്ടുകൊണ്ടിരിക്കുന്ന ഹോളിൻ്റെ മണ്ടേ കയറി അവിടെ നിൽക്കുമ്പോൾ എല്ലാവരും താഴെ ഇറങ്ങിയപ്പം പണി കാണാൻ എളിയവൻ മേളിൽ കയറിയതാണ് കുഞ്ഞ. അപ്പം ഒരു പില്ലൻ്റെ കമ്പിയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ചവിട്ടി ചെയ്യുന്ന പലക ഇളകി. അതിൻ്റെ പലക ഇളകിയും ഞാൻ തൊട്ടടുത്തോട്ട് ലൈംഗവും പുറകലത്തെ വീട്ടിലോട്ട് പോയിട്ടുണ്ട്. മെയിൻ ലൈനാണ്. എൻ്റെ കൈ അറിയാതെ കയറി പിടിച്ചത് മെയിൻ ലൈനയിലാണ്. ഒരു കൈ ലൈനയിൽ, ഒരു കൈ പില്ലൻ്റെ കമ്പിയിൽ. ഷോക്കടിച്ച് ഞാൻ മരിക്കുക. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഒരു 3 ഈടിയുടെ മുകളിൽ അപ്പയും അമ്മയും കണ്ടുകൊണ്ടിരിക്കുക. അമ്മ നെഞ്ചത്തടിച്ച് കരഞ്ഞു, എൻ്റെ കർത്താവേ കൊച്ചൻ പോവുകയാണ്. എൻ്റെ അപ്പ അമ്മയോട് പറഞ്ഞു, പോത്തില്ലടി, ഞാനും അവനും കൂടെ പ്രസംഗിക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു വാക്കൂടെ കൂടുതൽ പറഞ്ഞു, കേട്ടോ പോയാൽ പോട്ടെ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ ചോദിച്ചോളാം. ഇത് പറയുകയും ഒറ്റ സെക്കൻഡ് നേരത്തെ ഇങ്ങനെ കറണ്ട് പോയി. അതിൻ്റെ മുകളിൽ ഞാൻ താഴെ വീണു, പിടിവിട്ട് താഴെ വീണു. ആട്ട പോലെ ചുണ്ട് കിടന്ന് എന്നെ ഇടിച്ച് ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാൻ എല്ലാവരും കൂടി എടുത്തു. പക്ഷേ ഒറ്റ വ്യക്തി എന്നെ തൊടുന്നതിന് മുമ്പ് അതീവ ശക്തിയോടെ ദൈവാത്മാവ് എൻ്റെ മേൽ വന്നു. ഞാൻ കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. എൻ്റെ ബ്ലഡ് ക്ലോട്ടിങ് മാറി. പ്രിയരെ, ദുഷ്ടങ്ങളിൽ നമ്മളെ വിടിവിക്കുന്ന, മരണത്തിൽ നിന്ന് നീക്കുവെക്ക് തരുന്ന, കെണികളിൽ നിന്ന് വിടിവിക്കുന്ന, വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ പ്രാണനെ വിടിവിക്കുന്ന ദൈവത്തെ ഈ രാത്രി എല്ലാവരും ചേർന്ന് സ്തുതിച്ചാട്ട്. വേട്ടക്കാരൻ്റെ കണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ വിടിവിക്കുക. കർത്താവെ, ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ എന്ത് ചെയ്യണേ? വിടിവിക്കണേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ എന്ത് ചെയ്യരുതേ? പ്രവേശിപ്പിക്കരുതേ. ഇനിയുമാണ് പ്രാക്ടിക്കലായിട്ടൊരു കാര്യം കർത്താവ് പറയുക. 5-ാമത്തെ വാക്യം 11:5. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്ന് ഇരിക്കട്ടെ. സ്നേഹിതൻ, അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തുണ്ടെന്നിരിക്കട്ടെ, സ്നേഹിതൻ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്നു. ആര്? സ്നേഹിത, എനിക്ക് എന്ത് തരണം? 3 അപ്പം വായ്പ തരണം. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, എത്ര അപ്പമാണ്? 3 അപ്പം. ഇവിടെ നമ്മൾ 3 വ്യക്തികളെ പരിചയപ്പെടുകയാണ്. 3 വ്യക്തികളെ. 1 എ എന്ന വ്യക്തിയാണ്, 2 ബി എന്ന വ്യക്തിയാണ്, 3 സി എന്ന വ്യക്തിയാണ്. എ ബി സി. ഒന്നുകൂടെ പറഞ്ഞേ. എ എന്ന വ്യക്തിയുടെ അടുക്കൽ ബി വന്നു. എപ്പോഴാണ് വന്നത്? അർദ്ധരാത്രിയില്ല. ബി വന്നപ്പം ബിക്ക് ന്യായമായിട്ട് കൊടുക്കണം, എല്ലാം കഴിക്കാൻ കൊടുക്കണം. 3 ബിയുടെ സ്നേഹിതനാണ് എ, എയുടെ സ്നേഹിതനാണ് ആര്? സി. ബിയും സിയുമായിട്ട് വലിയ കണക്ഷനില്ല. എന്നാൽ ബിയും എയുമായിട്ട് എന്തുണ്ട്? കണക്ഷനുണ്ട്. എയും സിയുമായിട്ട് എന്തുണ്ട്? കണക്ഷൻ. അങ്ങനെ എയുടെ അടുത്ത് ആര് വന്നു? ബി വന്നു. ബിക്ക് വേണ്ടി എ അപ്പം സിയുടെ അടുത്ത് പോയി. സിയുടെ അടുത്ത് പോയത് എപ്പോഴാ? അർദ്ധരാത്രിയിലാണ്. അർദ്ധരാത്രിയിലെ സ്നേഹിതൻ വലിയൊരു കാര്യമാണ്. കാരണം സാധാരണഗതി നമ്മൾ അർദ്ധരാത്രി ഒരു പ്രയാസം ഉണ്ടായി ഒരാളെ വിളിക്കാൻ ഒന്നുകൂടെ അറയ്ക്കും. രാത്രിയല്ലേ എന്നാൽ ചില നല്ല സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മൾ പറയും, വിളിച്ചാലും എന്തില്ല, കുഴപ്പമില്ല, വിളിക്ക്, കുഴപ്പമില്ല, നീ സാരമില്ല, നീ നമുക്കറിയാവുന്ന ആളല്ലേ, നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ, നമുക്ക് ബോധ്യമുള്ള ആളല്ലേ, വിളിക്ക് എന്ന് പറയാം ചിലരെ. എന്നാൽ എല്ലാവരെയും എന്ത് ചെയ്യാനൊക്കത്തില്ല, വിളിക്കാനൊക്കത്തില്ല. ചിലർക്കുറക്കത്തെ വിളിക്കുന്ന ഇഷ്ടമില്ല. എന്നാലും എ സിയുടെ അടുത്ത് പോയി. ആർക്ക് വേണ്ടി പോയി? ബിക്ക് വേണ്ടി പോയി. എന്നിട്ട് ചെന്ന് പറഞ്ഞ ഒരു കാര്യം, അവന് എനിക്ക് 3 എന്ത് വേണം? അപ്പം വേണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, നോക്കൂ, സംഭവമാണ്, വഴിയാത്രയിൽ വന്നതാണ്. ഈ സ്നേഹിതൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, അവൻ എത്ര അപ്പം വേണം? എൻ്റെ സ്നേഹിതൻ എത്ര അപ്പം വേണം? 3 അപ്പം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എത്ര അപ്പമാണ്? 3 അപ്പം. ഒന്നുകൂടെ പറഞ്ഞേ, 3 അപ്പം. ഈ 3 അപ്പം വേണമെന്ന് ഇവരെങ്ങനെ അറിഞ്ഞേ? ഇന്നാണ് നമ്മൾ ഈ പ്ലേറ്റിൽ ചോറും കറിയും എല്ലാം കൂടെ വിളമ്പി കൊടുക്കാതെ. പണ്ട് ഈ അമ്മമാർ വിളമ്പുവാണെങ്കിൽ നിറച്ച് ചോറ് ആണുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ, കെട്ടിയന്മാർക്ക് കൊടുക്കുമ്പോൾ അവരെ തവിക്കണ കൊണ്ടൊന്ന് കുത്തി ഉറപ്പിച്ച് പ്ലേറ്റ് നിറച്ച്, കണ്ടിട്ടുണ്ടോ? അച്ചായനും വിളമ്പി കൊടുക്കും. അച്ചായൻ നടുക്കൊരു കുഴിയൊക്കെ കുഴിച്ച് അതിനകത്തോട്ടാണ് സാമ്പാറൊക്കെ ഒഴിക്കുക. എന്നാൽ ഈ നല്ല അച്ചായന്മാർ മൊത്തം കഴിക്കത്തുമില്ല കേട്ടോ, അരിഞ്ഞ് പകുതി മാറ്റി വെക്കും. ആർക്കാ? അമ്മച്ചിക്കാ. അങ്ങനെ വെക്കാനൊരു കാര്യമുണ്ട്. സാധാരണ അമ്മച്ചി എല്ലാവർക്കും വിളമ്പി കൊടുത്ത് ആർക്ക് കാണത്തില്ല, പിന്നെ അമ്മച്ചിക്ക്. അതിന് ഈ അച്ചായൻ പകുതി വെച്ചേക്കും. അമ്മച്ചിക്ക് അത് വലിയ പ്രിവിലേജാണ്. ഇന്നത്തെ സഹോദരിമാരാണെങ്കിൽ ഹൈജീനിക്കാണ്. അച്ചായൻ കൊറോണയ്ക്ക് മുമ്പായിരുന്നു കേട്ടോ, പകുതി അരിഞ്ഞ് വൃത്തിയായിട്ട് വെക്കും. ഈ അടുത്തിടയ്ക്ക് ഒരപ്പച്ചൻ മരിച്ചപ്പോൾ പ്രായമുള്ള ഒരു അമ്മച്ചി, റീസെൻ്റാണ്, വലിയ വീടൊക്കെയാണ്, പിള്ളേരെ ഗൾഫില്ല, എന്നാലും അമ്മച്ചിയുടെ നിലവിളി സഹിക്കാൻ വയ്യായിരുന്നു. എനിക്കിനി ആരാ പാതി വെച്ചേക്കുന്നത്?
എനിക്കിനി ആരാ ചോറ് തരുന്നത്? എൻ്റെ അപ്പച്ചൻ്റെ ചോറ് ഞാനെങ്ങനെ കഴിക്കുന്നേ? അത് വലിയൊരു സങ്കടമാണ്. അപ്പോൾ അപ്പച്ചൻ കഴിക്കുമ്പോൾ അമ്മച്ചിക്ക് വെക്കും. അപ്പോൾ ഈ അമ്മമാർ വിളമ്പുമ്പോൾ പ്രായമുള്ളവർ പറയും, അമ്മ വിളമ്പിയ വയററിഞ്ഞ് വിളമ്പും. അമ്മ വിളമ്പിയ എന്താ വിളമ്പും? വയററിഞ്ഞ് വിളമ്പും. രണ്ടാമത് ചോദിക്കേണ്ട വരത്തില്ല. അമ്മയ്ക്ക് എന്തോ അറിയാം, വയററിയാം. പിള്ളേരുടെ വയററിയാം, കെട്ടിയവൻ്റെ വയററിയാം. വയററിയാവുന്നവരാ അമ്മ. ഇവിടെ ഒരു സ്നേഹിതൻ ചെന്ന് പറഞ്ഞു, എൻ്റെ കുഞ്ഞിന് വന്ന സ്നേഹിതന് എത്ര അപ്പം വേണം? 3 അപ്പം വേണം. പ്രിയരെ, സ്നേഹിതൻ്റെ വിശപ്പിൻ്റെ ആഴം എനിക്കറിയാം. അവരൻ്റെ വേദന അറിയുന്നവനെ അവരന് വേണ്ടി പോകാൻ ഒക്കത്തുള്ളൂ. അവരൻ്റെ വേദന അറിയുന്ന ബിയുടെ വേദന, ബിയുടെ വിശപ്പ്, ബിയുടെ നൊമ്പരം അറിഞ്ഞു. എന്നിട്ട് എവിടെ പോയി? സിയുടെ അടുത്ത് പോയി. എവിടെ പോയി? സിയുടെ അടുത്ത് പോയി. സിയുടെ കയ്യിലുണ്ട്, പക്ഷെ ബിയുടെ കയ്യിലില്ല. എയുടെ കയ്യിലില്ല. പക്ഷേ സിയുടെ അടുത്ത് പോയി. ആർക്ക് വേണ്ടി? ബിക്ക് വേണ്ടി. സിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എൻ്റെ ഒരു സ്നേഹിതൻ വന്നിട്ടുണ്ട്, അവന് എത്ര അപ്പം വേണം? 3 അപ്പം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ എന്താണ് മധ്യസ്ഥ പ്രാർത്ഥന? എക്ക് വേണ്ടി, ബിക്ക് വേണ്ടി, തെറ്റരുത്, ബിക്ക് വേണ്ടി എഴുന്നേറ്റ് സിയുടെ അടുത്ത് പോകുന്നു. എന്നിട്ട് പറയുന്നു, എൻ്റെ സ്നേഹിതന് വിശപ്പാ, 3 അപ്പമാ. ഒരു കുഴപ്പമുണ്ടേ, നമ്മൾ ഈ ഭയങ്കര ഡയറ്റൊക്കെ ആണെന്ന് പറഞ്ഞാലും വിശന്ന് രാത്രി കിടന്ന എന്തോ വരത്തില്ല, ഉറക്കം വരത്തില്ല. ഭയങ്കര ചിലർ ഞാൻ കണ്ടിട്ടുണ്ട്, രാത്രി ഡയറ്റ് നോക്കിയിട്ട് കിടന്നുറങ്ങിയിട്ട് അർദ്ധരാത്രി എഴുന്നേറ്റ് ഫ്രിഡ്ജ് തുറന്നുള്ള എല്ലാം കടിച്ച് പറിക്കുന്നത്. അതെ, കൂടുതൽ വരും നിറഞ്ഞാലും ഉറക്കം വരത്തില്ല, ഭയങ്കര വിശന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഉറക്കത്തി പാതിരാത്രിക്ക് എഴുന്നേറ്റ് ഫ്രിഡ്ജ് തപ്പുന്നവർ. എന്നാ കാര്യം? വല്ലാതെ വിശക്കുന്നു. ഒന്നും വേണ്ട, ഒരു ആപ്പിൾ കിട്ടി കടിച്ചാലും മതി. പക്ഷേ അർദ്ധരാത്രി വിശക്കും. ഇത് ഈ സ്നേഹിതനറിയാം. അപ്പോൾ അടുത്ത് ബി വന്നു കേട്ടോ. എന്താ? അവന് നല്ല സ്നേഹിതനാണ്, അറിയുന്ന സ്നേഹിതനാണ്. അത് തന്നെയല്ല, എയും സിയുമായിട്ട് ബന്ധമുണ്ടോ? എയെ തേടി ആര് വരും? എയും സിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ എയെ തേടി ആര് വരും? ബി വരും. എപ്പം വരും? അർദ്ധരാത്രി വരും. അർദ്ധരാത്രി മറ്റൊരാൾക്ക് വേണ്ടി ഉണരുക. അർദ്ധരാത്രി ഒരു കോള് വരിക ചെറിയ കാര്യമല്ല. അർദ്ധരാത്രിയിലെ കോളുകൾ തമാശയ്ക്കൊന്നും ആരും വിളിക്കത്തില്ല, എനിക്ക് തോന്നുന്നില്ല. അത്ര ക്രൂരരൊക്കെ ഉണ്ടോ? കുറവാണ്. എന്നാലും അർദ്ധരാത്രി വന്നാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങളുടെ വീട്ട് ഗേറ്റടയ്ക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. എൻ്റെ അപ്പയുള്ളപ്പോഴാണ് എന്ത് മനുഷ്യർ വരുവാരെന്നറിയാം ഈ അർദ്ധരാത്രി പ്രാർത്ഥിക്കാൻ. എവിടുന്നെല്ലാം ഓട്ടോറിക്ഷയൊക്കെ പിടിച്ചിങ്ങ് വരികയാണ്. പലപ്പോഴും കണ്ടിട്ടുള്ള ഒന്നിയും ഭൂതമായിരിക്കാം, അത് നാനാജാതി മതസ്ഥർ വരും. ചിലപ്പോൾ ഈ കരയുന്ന പിള്ളേരെയും കൊണ്ട് വരും. ഈ പിള്ളേർ ഉറക്കത്തിൽ ഇങ്ങനെ രാത്രി വില്ലുപോ കരയും. ചിലപ്പം പറയും ഏതാണ്ട് ഞെട്ടിക്കരയുക, ഭൂതമാ, പല വിശ്വാസങ്ങളാണ്. ചിലപ്പോൾ ചെവിക്കകത്ത് വല്ലതും പോയതാണ്. ഏതായാലും ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് കരച്ചിന് നിൽക്കാത്തപ്പോൾ ഈ നേഴ്സുമാർ പറയും, താറ ഒരു പാസ്റ്ററുണ്ട്, വേണേൽ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ പറയും. അർദ്ധരാത്രി ഓട്ടോയുമായിട്ട് പിള്ളേർ വരുമ്പോൾ അപ്പ എഴുന്നേറ്റിയല്ല. എന്നിട്ടായാലും ആ കൊച്ചിനെ കണ്ടിട്ട് ഒറ്റ പിശാചെ ഞെട്ടിയിട്ടാണോ ഭൂതം പോയിട്ടാണോ കൊച്ചിൻ്റെ കരച്ചിൽ നിൽക്കും. കൊച്ചൊക്കെയാവും, ഒന്നും ഞെട്ടിയായിരിക്കും, ഇതിലും കൊച്ചൊക്കെയാവും. ഒരു കാര്യം സത്യമാണ്, എന്ത് മനുഷ്യർ രാത്രി പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അപ്പം എയും സിയുമായിട്ട് കണക്ഷനുണ്ടോ? വരും, അർദ്ധരാത്രി വരും. ആര് വരും? സിയുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ചിലർ അറിഞ്ഞും കേട്ടും ദൈവം കൊണ്ടുവരും. അപ്പോൾ ഉണർന്നു. ആർക്ക് വേണ്ടി? ബിക്ക് വേണ്ടി. എപ്പം? ഉണരുക മാത്രമല്ല, പോയി നടന്നു, കുറച്ച് സമയം പോയി. ആർക്ക് വേണ്ടി? സിക്ക് വേണ്ടി. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ. ബി എന്ന വ്യക്തിക്ക് വേണ്ടി, ഒരു സഹോദരിക്ക് വേണ്ടി ദൈവാത്മാവ് അടുത്ത കാലത്തെങ്ങാനും എന്നെ ഒരു അർദ്ധരാത്രി ഉണർത്തിയിട്ടുണ്ട്. ആർക്ക് വേണ്ടി? മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ കർത്താവ് ഉണർത്തിയിട്ടുണ്ടെന്നുള്ളൊരു അനുഭവം ഒരാഴ്ചക്കകത്തുള്ളവരൊന്ന് കൈവക്കാമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. 2 ആഴ്ചക്കകത്തുള്ളവരൊന്ന് കൈവക്കിക്കേ. ദൈവം അനുഗ്രഹിക്കട്ടെ. 3 ആഴ്ചക്കകത്തുള്ളവരൊന്ന് കൈവക്കിക്കേ. നല്ല മനസ്സിലാക്കി പറയണം. മറ്റൊരാൾക്ക് വേണ്ടി ദൈവാത്മാവ് എന്നെ തട്ടി ഉണർത്തി അർദ്ധരാത്രി ഞാൻ എഴുന്നേൽക്കുകയും ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തെന്നുള്ള വ്യക്തികൾ 3 ആഴ്ചക്കകത്ത് ഒന്ന് കൈവക്കാമോ? കൈവക്ക. സന്തോഷമുള്ള കാര്യമല്ല, നല്ല കാര്യമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. മറ്റൊരാൾക്ക് വേണ്ടി, ബിക്ക് വേണ്ടി ആരുണരും? അവൻ്റെ വിശപ്പിൻ്റെ ആഴം അറിയാവുന്നവൻ ഉണരും.
വിശപ്പിൻ്റെ ആഴം അറിയാനുള്ള ഒരു സെൻസിറ്റീവ് ഹാർട്ട് വേണം. അപരൻ്റെ വിശപ്പറിയാനുള്ള മനസ്സ്. അവന് വേണ്ടി ഉണർന്നു. എന്നിട്ട് അവന് വേണ്ടി എവിടെ പോയി? സീയരെടുത്ത് പോയി. നമ്മൾ ഓർത്തോണേ, പലപ്പോഴും നാം അറിയാതെ നമുക്ക് വേണ്ടി ഒത്തിരി പേര് ഉണർന്നിട്ടുണ്ട്. ഉണ്ടോ? അർദ്ധരാത്രി ഉണർന്നു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ജീവനോടെ ഇരിക്കുന്നു മറക്കരുത്. അർദ്ധരാത്രി ഉണരണം. 2010 എൻ്റെ സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്പച്ചന് കാലെ നിറച്ച് നീര. ഗൾഫിൽ നിന്ന് വന്ന ഞാൻ ഈ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. അന്ന് ഞാൻ നിർബന്ധിച്ച് ഇദ്ദേഹത്തെ കൂടെ കൂട്ടി വെളുപ്പിനെ ഞാൻ അദ്ദേഹത്തെ കൊണ്ട് തിരുവല്ല ഒരു ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, ഇന്ന ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്ക് ഡോക്ടറെ കാണാം. നമ്മുടെ അറിവും പരിചയവും ഒക്കെ വെച്ച് നമുക്ക് ഇന്ന റീനൽ ഫങ്ഷൻ ചെയ്യണം, ലിവർ ഫങ്ഷൻ ചെയ്യണം, കൊളസ്ട്രോൾ എല്ലാം ഡീറ്റെയിൽ ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, HbA1c ചെയ്യണം, എനിക്കറിയാമെന്നെല്ലാം പറഞ്ഞു. അങ്ങനെ നല്ലൊരു റെപ്യൂട്ടഡോ ലാബിൽ പോയി ചെയ്യാൻ പോവുക. ചെയ്ത് കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, മോൻ എന്നെയും കൊണ്ട് വന്നതല്ലേ, കുഞ്ഞും നോക്കാൻ പറഞ്ഞു. 2010 ഇന്നേക്ക് എത്ര വർഷം മുമ്പ്? 14 വർഷം മുമ്പ്. അപ്പം ഞാനും നോക്കി. ഞങ്ങൾ രണ്ടും കൂടെ ഞാൻ വൈകിട്ട് ഇദ്ദേഹത്തിന് റിസൾട്ട് മേടിച്ചപ്പോൾ എനിക്ക് ചുമ്മാ പുള്ളി പറഞ്ഞതിന് നോക്കിയാൽ, പക്ഷെ നോക്കിയപ്പോൾ അപകടകരമായ ഒരു ബ്ലഡിൻ്റെ കൗണ്ട് എനിക്ക് കൂടുതല. വയസ്സെന്ന് 14 വർഷം മുമ്പാണ്. പ്രത്യാശ ഉണ്ടെനിക്ക്, ധൈര്യം ഉണ്ടെനിക്ക്, ഞാൻ അങ്ങനൊന്നും പേടിക്കത്തൊന്നുമില്ല. എന്നാലും ഒരു പേടിയൊക്കെ ഉണ്ടാകത്തില്ലേ? കള്ളമാണോ? അല്ല. നമുക്ക് പ്രത്യാശ ഉണ്ടെന്നുള്ള വേറെ സത്യം, ധൈര്യം ഉണ്ടെന്നുള്ള സത്യം. എന്നാലും ഒരു പേടി തോന്നില്ലേ? എന്നാൽ ഞാൻ ഇതാരും പറഞ്ഞില്ല. ഞാൻ മറ്റൊരാളെയും കൊണ്ട് വീണ്ടും എറണാകുളത്ത്, നമ്മുടെ പണി ഇതാ, ഇങ്ങനെ ആൾക്കാരെയൊക്കെ കൊണ്ടുപോകുക. അങ്ങനെ എറണാകുളത്ത് ഒരു ഹോസ്പിറ്റലിൽ ഒരു സീനിയർ ഡോക്ടറെ കാണിക്കാൻ പോയി. അദ്ദേഹത്തെ കാണിച്ചുകൊണ്ടിരിക്കുക. ഇറങ്ങുമ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു, സാർ എൻ്റെ കയ്യിൽ ഒരു റിപ്പോർട്ടുണ്ട്, ഒന്ന് നോക്കാം. പുള്ളി എന്നോട് അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി. അദ്ദേഹം നോക്കിയിട്ട് എന്നോട് ചോദിച്ചു, നിൻ്റെ ഏജ് എത്ര? ഞാൻ പറഞ്ഞു, അന്നത്തെ എൻ്റെ ഏജ് പറഞ്ഞു. ഇന്നത്തേനെക്കാട്ടും 14 വർഷം മുമ്പാണ്. പുള്ളി എന്നെ കുറച്ച് നേരം നോക്കിയിട്ട് പറഞ്ഞു, നീ ഉടനെ എന്നെ സ്കാൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, സാറ് ചെയ്യിക്കാമല്ല, സാറിൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ പാടാ. അല്ല, എനിക്ക് നിന്നോട് താല്പര്യം തോന്നുന്നു, ഞാൻ തന്നെ ചെയ്യാം. അങ്ങനെ എല്ലാ സ്കാനിങ്ങിനെല്ലാം ഡേറ്റ് എടുത്തിട്ട് ഞാൻ അവിടെ പോയി ഇരിക്കുക. ആരോടും പറയാൻ പോയില്ല. ഞങ്ങളുടെ ഈ ഉപദേശന്മാരുടെ ഒരു സ്വകാര്യ നൊമ്പരമുണ്ട് കുഞ്ഞേ, ഭയങ്കര നൊമ്പരമാണ്. സത്യത്തിൽ അതൊരു വലിയ പ്രതിസന്ധിയുമാണ്. വിശ്വാസികൾക്ക് പ്രയാസം വന്ന ആരോട് പറയും? പാസ്റ്ററോട് പറയും. പാസ്റ്റർക്ക് പ്രയാസം വന്ന ആരോട് പറയണം? ദൈവത്തോടല്ലേ? എന്നാൽ നിങ്ങൾക്കും ഒന്ന് പറഞ്ഞാൽ പോരെ. ഇത് പാസ്റ്റർക്ക് വന്ന ദൈവത്തോട് പറഞ്ഞോളൂ. ചേച്ചി, സത്യമായിച്ചി ആരോടെ പറയാനൊക്കത്തുള്ളൂ? സെക്രട്ടറിയെ വിളിച്ച് പറയാനൊക്കൂ? നിങ്ങളും ഭാര്യയും കൂടെ പിണക്കുണ്ടായും പാർഷയെ കുറച്ച് ദിവസമായിട്ട് അവളിച്ചിരി ഇടങ്കേടാ, പാർഷം നടപെട്ടണേ. ഞാനും ഭാര്യയും കൂടെ വഴക്കുണ്ടായ സെക്രട്ടറിയോട് പറയാനൊക്കൂ? ഒക്കത്തില്ല. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞേക്കരുത്. ഒരു ഉപദേശി 8ൻ്റെ പണി കിട്ടും അവരോടെങ്ങാനും പറഞ്ഞെങ്കിൽ. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ അറിയാടാ മോനെ സാമേ, മിസ്റ്റർ കോട്ടയം അല്ല മിസ്റ്റർ പത്തനംതിട്ട, നിനക്കറിയാം? എന്തുവാ 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ എന്തുവാ? 3ൻ്റെ പണിയാണ് ഇങ്ങനെ ഇറങ്ങി വരാം, 4ൻ്റെ പണിയാണ് നീ ഇതുവഴി ഇറങ്ങി വരും, 5ൻ്റെ പണിയാണ് നീ ഇതുവഴി ഇറങ്ങി വരും, നീ 8ൻ്റെ പണിയാണ് ഇതുവഴി ഇറങ്ങി വരും. നീ ജീവിതത്തിൽ ഇറങ്ങി വരാത്ത പണിയുടെ പേരാ എന്ത്? അതിക്ക് മനസ്സിലായോ? 8ൻ്റെ പണി കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനകത്തോടെ ഇതുവഴി എന്ത് ചെയ്യത്തില്ല, ഇറങ്ങി വരത്തില്ല. അതാണ് 8ൻ്റെ പണി ഒരുക്കിക്കളയും. അപ്പം എൻ്റെ പൊന്നെ പറയാമോ? ഇല്ല. ആരോട് പറയും? വലിയ സ്വകാര്യ സങ്കട. കാരണം പല പാസ്റ്റേഴ്സിനും നല്ല ഹൃദയം തുറന്ന് പറയാനൊക്കുന്ന ഫ്രണ്ട്ഷിപ്പ് കുറവാണ്. ഇതൊരു വലിയ ലാക്ക. എൻ്റെ ഒരു ആഗ്രഹമാണ്, പ്രാർത്ഥനയാണ്, എല്ലാ ദൈവദാസന്മാർക്കും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കണം. മനസ്സിലാക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ. എന്തിനാ? പങ്കുവയ്ക്കാൻ സുഹൃത്തുക്കളില്ലാത്തവർ അവരാണ് പാസ്റ്റർമാർ. എനിക്കൊരു ബൈജു ഉണ്ടായിരുന്നു. അവൻ ഈഴവനായിരുന്നു, മരിച്ചുപോയി. അവൻ എൻ്റെ ഉപദേശി എന്ന നിലയിലും എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ സഭയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുള്ള എൻ്റെ മുറിവുകൾ പങ്കുവയ്ക്കാൻ ഞാൻ കോട്ടയത്ത് അവൻ്റെ അടുക്ക പോകുമായിരുന്നു. എൻ്റെ ഈഴവൻ കേട്ടിട്ട് എന്നോട് പറയായിരുന്നു, സാരയില്ലടാ, ഞാനും പ്രാർത്ഥിക്കാം. അവനെന്തോ പ്രാർത്ഥിക്കാനാണെന്ന് എനിക്കറിയത്തില്ല, എന്നാലും അവനോട് പറയും, നീ സങ്കടപ്പെടല്ലടാ, ഞാൻ പ്രാർത്ഥിക്കാം. അതാണ് ദാറ്റ് ഇസ് എ ലാക്ക് ഓഫ് ദ പാസ്റ്റേഴ്സ്. ആരോട് പറയും? എനിവേ ഞാൻ ഡോക്ടറോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്ക് വേണ്ടി നോക്കാമെന്ന് പറഞ്ഞു. ഡേറ്റ് എടുത്തു. പ്രിയരെ, ഞാൻ അവിടെ പോയിരിക്കുക.
അപ്പോൾ എന്നെ ആലപ്പുഴയിൽ നിന്ന് ജോഷി പാസ്റ്റർ വിളിച്ചു. വെളുപ്പിന് ഒരു 7:30 മണിയായപ്പോൾ വിളിച്ചിട്ട് ചോദിച്ചു, നീ എവിടാ? ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ. എന്നാച്ചാ? എടാ നീ എവിടാ? എന്നെ വളരെ സ്നേഹമാണ്. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എറണാകുളത്താണ്. എന്താ കാര്യം? ഇന്നതാ. എൻ്റെ കൊച്ചനെ 5 മണിയായപ്പം ദൈവം എന്നെ ഉണർത്തിയ പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്പോഴും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്നെ വിളിച്ച് പറയണേ, ഞാൻ പ്രാർത്ഥിച്ചോളാം. പ്രാർത്ഥിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ജെയിംസ് ഷാൻ വിളിച്ചു. പ്രിൻസേ നീ എവിടെയാ? എന്നാച്ചാ? എടാ ഞാൻ ആറ്റി തുണി അലക്കാൻ പോയതാ. തുണി അവരുടെ അടുത്ത ആൾ പമ്പയാറ്റി തുണി അലക്കിക്കൊണ്ടിരുന്നത് മകനോട് ദൈവം പറഞ്ഞു, തുണി അവിടെ ഇട്, നീ ആറ്റിൽ നിന്ന് കയറിപ്പോ, തുണിയിട്. ഒരു കെട്ട് തുണിയുണ്ട്. പുള്ളി കഴുകിയിട്ട് വലിയ കട്ടിയുള്ള ഒലച്ച് ഭാര്യയെ കൂടെ കഷ്ടപ്പെടുത്താതെ പുള്ളി ഒലച്ചിരുന്ന് പെട്ടെന്ന് ഇട്ടിട്ട് യോധന പോകാൻ വേണ്ടി പോയതാ. നീ തുണി അവിടെ ഇട്. തുണി ഞാൻ ആറ്റിൻ്റെ അവിടെ കഴുകി കൂത്തതെല്ലാം കൂടെ കല്ലേ വെച്ചിട്ട് ഇങ്ങ് കയറിപ്പോന്നു. ദൈവം പറഞ്ഞാൽ ചെയ്യാതിരിക്കാനൊക്കെ എന്നാ കാര്യം? നീ പോയി പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഞാനൊരു ശബ്ദം കേട്ടു, ഒരുവനേക്കാൾ ഇരുവനേറെ നല്ലതാ. ആരുണ്ട്? നോക്കിയപ്പോൾ ഞങ്ങളുടെ ഒരു സന്തോഷം എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട്, അവനുണ്ട്. അവനെ വിളിച്ചു, അവനും വന്നു. ഞങ്ങൾ രണ്ടും കൂടെ പ്രാർത്ഥിക്കുക. നിനക്ക് വേണ്ടിയാ. നീ എവിടാ? ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്താണ്. ഏതായാലും ഇവർ രണ്ടും പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപ. സ്കാനിങ് റിപ്പോർട്ടിൽ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് വന്നു. എവറിതിങ് ഈസ് പെർഫെക്റ്റ്. ഇന്ന് 14 വർഷം കഴിഞ്ഞു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഈ ബിക്ക് വേണ്ടി ദൈവം ആരെ ഉണർത്തി? എയെ ഉണർത്തി. സീരെടുത്തു പോയി. വീണ്ടും കോവിഡിന് തൊട്ട് മുമ്പുണ്ട വർഷം 2018, 17, 19, 17 അപ്പം മരിച്ചു. ഒരു എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അറൗണ്ട് ഒരു 1984, 85 തൊട്ട് ന്യൂ ഇന്ത്യ ദൈവസഭയുടെ കൺവെൻഷൻ്റെ ഫുഡിൻ്റെ ചാർജ് ഞങ്ങൾക്ക് ഒരു 84 തൊട്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിട്ടാണ് ചെയ്യുന്നത്. വണ്ടി കണക്കിന് സാധനമെല്ലാം ഇവിടെ നിന്നെല്ലാം കളക്ട് ചെയ്ത് അവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ടീം പോയി അവിടെ നിന്ന് വെച്ച് നമുക്കൊരു രസമാണ്. ഇതൊരു ആഘോഷമാണ്, ഒരു സന്തോഷമാണ്. വർഷത്തിലൊരിക്കൽ ഒരു കഷ്ടപ്പാടാണെങ്കിലും നമ്മുടെ സഭയ്ക്ക് വേണ്ടിയല്ലേ. അപ്പോൾ അപ്പം മരിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, അപ്പം മരിക്കുന്നതിന് മുമ്പ് ക്ഷീണമായപ്പം തൊട്ടേ ഞാൻ കൂടെ ഉണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ചിന്തിച്ചില്ല. ഫുഡിൻ്റെ ചാർജ് ആർക്കാ? കുഞ്ഞോഞ്ചാനുണ്ടല്ലോ, കുഞ്ഞോഞ്ചാൻ്റെ പോയെങ്കിലും പ്രിൻസിനെ ഏൽപ്പിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനങ്ങ് വേണോ? അപ്പോൾ തമ്പിച്ചാൻ പറഞ്ഞു, നീ പിന്നെ അല്ല പിന്നെ ആരാ? നീയാ. പുള്ളി പറഞ്ഞാൽ പിന്നെ നമുക്ക് തിരുവായിക്ക് എതിർവായി ഇല്ലല്ലോ. ശരി, എന്നാലും ഉള്ളിലൊരു വാശി. അപ്പൻ്റെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്, കുറയ്ക്കാൻ പാടില്ല. പ്രിയരെ, ഞാൻ നന്നായിട്ട് ചെയ്തു. ഇമ്മണിയൊന്നുമല്ല, നന്നായിട്ട് ചെയ്തു. 3 പോത്തിനെ വീട്ടിൽ കൊണ്ടുവന്ന് വെട്ടി. 3 പോത്തിനെ, ആന പോലുള്ള പോത്തിനെ ഞാൻ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയത്തും ചന്തയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ വീടിനകത്ത് രാത്രി വെട്ടി നൂറക്കി അതിൻ്റെ വാരിയെടുത്ത് കപ്പ ബിരിയാണി വെച്ചു. അതിൻ്റെ ബോട്ടി എടുത്തിട്ട് ബോട്ടി ഫ്രൈ വെച്ചു. ബോട്ടി അറിയാമോ? അന്നേക്കറിയാം ബോട്ടി? അറിയത്തില്ലടി മോളെ. ബോട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പോട്ടി എന്ന് വിളിക്കും. അതുകൊണ്ട് ആറ്റിക്കൊണ്ട് കഴുകി വൃത്തിയാക്കി നല്ല മഞ്ഞളൊക്കെ ഇട്ട് വറുത്ത് കൊടുത്തു. ബോട്ടി ഫ്രൈ. പിന്നെ ഇറച്ചി 3 പോത്തിനെ വെട്ടി കഴിപ്പിച്ചു. എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കാലിലൊക്കെ ഒരു എന്തൊക്കെയോ ഒരു പ്രയാസം. ഞാനൊരു ഡോക്ടറെ കാണാൻ കയറി. ഡോക്ടറെല്ലാം നോക്കിയിട്ട് ടെസ്റ്റ് ഇമ്മീഡിയറ്റ് എല്ലാം ചെയ്യിച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞു, എല്ലാം നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, 6 വർഷം കൊണ്ട് നീ ചത്തുപോകും. എന്നോട് അങ്ങ് ചുമ്മാ പറയുക, നീ 6 വർഷം കൊണ്ട് ചത്തുപോകും. നീ കേട്ടല്ലോ? മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ? പാസ്റ്ററല്ലേ, പ്രിൻസേ, മനസ്സിലായോ? 6 വർഷം കൊണ്ട് നീ ചത്തുപോകും. മനസ്സിലായോ? മനസ്സിലായി. പക്ഷേ നിന്നെ ഞാനൊരു 30 വർഷം ജീവിപ്പിക്കാം. വിത്ത് എ കണ്ടീഷൻ. ഇറച്ചി തിന്നരുത്, മീൻ തിന്നരുത്, മുട്ട തിന്നരുത്, പയറ് തിന്നരുത്. പിന്നെന്തോ കഴിക്കണം? കോവയ്ക്ക, വഴുതനങ്ങ, വെണ്ടയ്ക്ക, കുറേ ലിസ്റ്റ് പറഞ്ഞു. എല്ലാം കേട്ടോ? ശരി. 2 ആഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ശരി. ഞാൻ എൻ്റെ ജീപ്പിൽ, എന്നാലും എൻ്റെ ജീപ്പുണ്ട്. ഞാൻ എൻ്റെ ജീപ്പിൽ ആ ഹോസ്പിറ്റലിൽ അവിടെ നിന്ന് ഇറങ്ങി ഒരു കണ്ടത്തിൻ്റെ വരമ്പത്ത് പോയി അവിടെ കിടന്നു. എന്നിട്ട് ഞാൻ കർത്താവപ്പച്ചോട് പറഞ്ഞു, കർത്താവപ്പച്ച, എല്ലാ കാര്യത്തിനും ഒരു മാന്യതയും ന്യായവും ഒക്കെ വേണ്ടേ? നീതി എന്നൊക്കെ പറഞ്ഞൊരു നീതി വേണ്ടേ? 3 പോത്തിനെ വെട്ടി തീറ്റിച്ചവനാണ് ഞാൻ. എന്നിട്ട് ഇങ്ങോട്ട് മാറിയോളൂ. ഇനി ഇതിൻ്റെ കടം വീടണം. ഞാൻ 1 വർഷം കൺവെൻഷൻ പ്രസംഗിക്കണം. നല്ലൊരു പോത്തിന് 1 ലക്ഷം രൂപ ആവും. ഇത് വീഴ്ക്കണം. എനിക്കിനി ഒരു വർഷം എടുക്കും. എന്നോടാ പറഞ്ഞ പോത്തിനെ തിന്നാം. എനിക്ക് തിന്നണം, കഴിക്കണ്ട. ഞാൻ വെജിറ്റേറിയൻ ആയിക്കോളാം സ്വയം. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ട് ഒക്കത്തില്ല. അനീതിയല്ലേ ദൈവമേ? അനീതി അല്ല. നിങ്ങൾ പറ, നീതിയാണോ? നിങ്ങൾ പറ, അത് നീതിയാണോ? ഞാൻ ദൈവത്തോട് ചോദിച്ചു, നീതിയാണോ? എന്നിട്ട് ഞാൻ പോയി. 2 ആഴ്ച കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യണം. ഡേറ്റ് എടുക്കും തോറും ഒരു സങ്കടം. 6 വർഷം കൊണ്ട് ചത്തുപോകും. ആരോടും പറഞ്ഞില്ല. ടെസ്റ്റിന് പോകാൻ ചെല്ലേണ്ട ദിവസം
ഞാൻ രാവിലെ സങ്കടപ്പെട്ട കിടന്നേ. പക്ഷെ നമ്മുടെ സങ്കടം ആരും പറയരുത്, നമ്മളെല്ലാം ഫേക്കാ. ധൈര്യമായിട്ട് സ്തോത്രം, ഗ്ലോറി, ധൈര്യം എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ അകത്തൊരു പിടുത്തമില്ലേ, എത്തത്തില്ലേ 6 വർഷം കൊണ്ട്. അപ്പം ഞാനിങ്ങനെ കിടന്നപ്പോൾ വെളുപ്പിനെ 4 മണിയായപ്പോൾ ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഇവൻ വെദർ ഇറ്റ് ഈസ് എ ഡ്രീം ഓർ എ വിഷൻ ഓർ എ റിയാലിറ്റി എനിക്കിപ്പോഴും അറിയില്ല. ബോംബെയിൽ ഒരു അച്ഛനുണ്ട്. ആ അപ്പച്ചൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല, താടിയുണ്ട്. ഒരു പരമസാധുവായ ഭക്തനായൊരു അപ്പച്ചനാണ്. ഏക ശുശ്രൂഷ, ഒരു കൊച്ചു ടെൻറ്റ് താമസിച്ച് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒന്ന് ഫോൺ വരും, ആർക്കും അറിയത്തില്ല. പക്ഷേ ഭയങ്കര ഒരു പരമഭക്തനായ ഒരു സാധുവായ, വിവാഹം കഴിക്കാത്ത ഒരു കത്തോലിക്ക ബാക്കിട്ട് തന്ന ഒരു അപ്പച്ചൻ ഒരിക്കൽ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. നിനക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് നിന്നെ അറിയത്തില്ലെങ്കിലും ഇത്ര വർഷമായിട്ട് ഞാൻ നിനക്ക് വേണ്ടി ദൈവം പറഞ്ഞിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. വല്ലപ്പോഴും ഒക്കെ വിളിക്കും. അപ്പം ഞാനൊരു സ്വപ്നം കാണുകയാണ്. തങ്കച്ചാൻ എൻ്റെ അടുക്ക വന്നിരിക്കുന്നു. എന്നിട്ട് ഒരു സ്റ്റൂളിട്ട് എൻ്റെ കത്തിട്ട് അടിക്കത്തിരുന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ തൊടുക, ഉച്ച മുതലുള്ളംകാല് വരെ തൂത്തിട്ട് പറഞ്ഞു, എൻ്റെ മോനൊന്നും പറ്റത്തില്ലടാ, അപ്പച്ചനിവിടെ ഉണ്ട്, നീ ധൈര്യമായിട്ടിരിക്കടാ. സ്വപ്നം പോയി. പിന്നെ ഉറങ്ങി, എഴുന്നേറ്റു, പോയി. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവിടെ നിന്നോട് തങ്കച്ചാനെ വിളിച്ചു. അച്ചായോ, പ്രിൻസാ റാന്നിന്ന ആണോ? ഇത് പറയുക, ഈ മനുഷ്യൻ എന്നോട് പറയുക, ഞാൻ 4 മണിക്ക് നിൻ്റെ മുറി വന്ന് പ്രാർത്ഥിച്ചായിരുന്നു. ഞാനിതിനെ മിസ്റ്ററി ആയിട്ടാണ് കാണുന്നത്. നാളെ ഇതൊരു എങ്ങനെ ഒരു തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ, ഇറ്റ് മേ ബി എക്സ്പീരിയൻസ്. ക്രിസ്ത്യൻ എക്സ്പീരിയൻസസ് ഉണ്ട്, ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് ഉണ്ട്. ദിസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ 4 മണിക്ക് വന്ന് പ്രാർത്ഥിച്ചു. ഒരു പക്ഷേ ആ മനുഷ്യൻ 4 മണിക്ക് അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ദൂതന്മാർ എനിക്ക് വേണ്ടി വന്നായിരിക്കാം. എനിവേ, സ്കാൻ ചെയ്തപ്പോൾ അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. ഞാൻ ചോദിച്ചു ഡോക്ടറോട്, ഡോക്ടറെ കഴിക്കാമോ? അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, കഴിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ കഴിക്കണമെന്ന് പറയത്തില്ല, വയറ് ചാടരുത്, തൂക്കം കൂടരുത്, പിന്നെ വല്ലപ്പോഴുമൊക്കെ കൊതിക്കൊക്കെ കഴിക്കാമോ മക്കളെ, തിന്നാൻ വേണ്ടി ജീവിക്കരുത്, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്തോണം, കഴിച്ചോണം. ശരി സാർ, ഓക്കെ ഓക്കെ. പിന്നെ ഇതുവരെ ആ കാര്യത്തിൽ പോയിട്ടില്ല, അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല. അതും കഴിഞ്ഞിട്ട് ഇപ്പം വർഷം 5-6 ഈ 4 മണിക്ക് തങ്കച്ചാൻ എഴുന്നേറ്റില്ല. ഞാൻ സ്കാനിങ്ങിന് പോകുമ്പോൾ ആ അപ്പച്ചൻ പറയാം, 4 മണിക്ക് ഞാൻ നിൻ്റെ അടുക്ക വന്നു. അങ്ങനെയെങ്കിൽ ആ മനുഷ്യൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക. ഞാൻ അറിയാതെ എത്രയോ പേർ ഈ ബിക്ക് വേണ്ടി എഴുന്നേറ്റ് സീരെടുത്ത് പോയത് കൊണ്ടാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. ഞാനും നിങ്ങളുമൊക്കെ ഇവിടെ നിൽക്കുന്നത് നമ്മളറിയാതെ നമുക്ക് വേണ്ടി എത്രയോ പേരെ ദൈവം ഉണർത്തി. എത്രയോ പേർ ഉണർന്ന് ആത്മമണ്ഡലത്തിൽ എവിടെയൊക്കെ പോയി. മറക്കരുതേ എയ്ക്ക് വേണ്ടി ബിക്ക് വേണ്ടി എഴുന്നേക്കുന്ന ഒത്തിരി ഏകളുണ്ട്. അതുകൊണ്ടാണ് ദൈവസഭ ഇന്നും നിലനിൽക്കുന്നത്. നിഗൂഢമാണ് ദൈവസഭ ഭയങ്കര നിഗൂഢമായൊരു മിസ്റ്ററിയാണ്. ചർച്ച് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി. ഇറ്റ്സ് എ ബോഡി ഓഫ് ക്രൈസ്റ്റ്, മിസ്റ്ററി, ഡിവൈൻ മിസ്റ്ററി. ദൈവത്തിൻ്റെ സഭ ഇന്നും നിലനിൽക്കുന്നത് ഇതിനകത്ത് ഇന്നും ആരും അറിയാതെ രാത്രിയിൽ ദൈവദാസിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ടെന്നുള്ളത് കൊണ്ടാണ് ദൈവസഭയെ എഴുന്നേക്കണം. എപ്പം? അർദ്ധരാത്രി എഴുന്നേക്കണം. ആർക്ക് വേണ്ടി എഴുന്നേക്കണം? ബിക്ക് വേണ്ടി എഴുന്നേക്കണം, പോകണം. സിക്ക് വേണ്ടി, നമുക്ക് ബന്ധമില്ലാത്ത എന്നാൽ നമ്മളെ ആത്മാവ് ഉണർത്തുന്ന ഒരാൾക്ക് വേണ്ടി ഉണർന്നാൻ ആഗ്രഹിക്കുന്ന ഒരു കരമുയർത്തി പ്രാർത്ഥിച്ച് ഉപവാസ പ്രാർത്ഥന. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആത്മാർത്ഥമായ ഒരു ചലഞ്ച് വെക്കുക. എനിക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഉണരണം. എപ്പം? മറ്റൊരാൾക്ക് വേണ്ടി ഉണരണം. അങ്ങനെയുള്ളവരെല്ലാം പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഈ ബിക്ക് വേണ്ടി എഴുന്നേറ്റ എത്രയോ ഏകളുണ്ട്. 92 വയസ്സുള്ള ഒരു അമ്മച്ചി. എനിക്ക് കോവിഡിൽ ഒത്തിരി നല്ല സൗഹൃദങ്ങൾ കിട്ടി, നല്ല ബന്ധങ്ങൾ കിട്ടി, നല്ല പെങ്ങന്മാരെ കിട്ടി, നല്ല അമ്മച്ചിമാരെ കിട്ടി, നല്ല ചേട്ടന്മാരെ കിട്ടി, നല്ല അപ്പച്ചന്മാരെ കിട്ടി. അതിൽ നമ്മളങ്ങനെ പരമദാരിദ്ര്യത്തിലൊന്നുമല്ല, തെറ്റിദ്ധരിക്കുകയും വേണ്ട. എന്നാൽ ഈ മനുഷ്യർക്കെല്ലാം ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ചിലപ്പം കൈ പൈസ കാണും, ചിലപ്പോൾ പൈസ കാണത്തില്ല. അത് വലിയ തെറ്റുമൊന്നുമല്ല. എപ്പോഴും കൈ പൈസ കാണാതിരിക്കുന്നതാണ് നല്ലതും. എപ്പോഴും കാണല്ലേ, കാരണം എന്നാലേ നമ്മൾ വിലയൊക്കെ അറിയത്തുള്ളൂ. എപ്പോഴും വേണമെന്നില്ല, ഞെരുക്കങ്ങൾ ഉണ്ടാകും, സ്വാഭാവികം. അതല്ല, അതൊക്കെയാണ് ലൈഫ് എന്നൊക്കെ പറയും.
അപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നെ കോളേജിൽ വിടണം. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് 4 മണിയായപ്പോൾ എവിടുന്നോ വന്ന് ക്ഷീണിച്ചൊരു അരമണിക്കൂർ കിടന്നിട്ട് എനിക്ക് പൗർഷനിൽ പോകണം. പിറ്റേ ദിവസം ഞാൻ അങ്ങോട്ട് പോയാൽ പിന്നെ 2-3 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. പിന്നെ ഞാൻ 1 മാസത്തേക്ക് ഞാൻ ബിസിയാണ്. അപ്പോൾ എൻ്റെ വൈഫ് എന്നെ ഉറക്കത്തെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ 1 മാസത്തേക്ക് അച്ഛൻ ഇനി ഇല്ല. ഞാൻ ഡയറി നോക്കി. അപ്പോൾ ഇന്ന് പോയിട്ട് രാത്രി നമ്മൾ പോയാൽ കുഞ്ഞിൻ്റെ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാം, അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം. അപ്പം പോയില്ല പിന്നെ ആരാ പോകുന്നത്? ഇന്ന് പോകണം. അപ്പം പോകണം. അവിടെ പോയി അഡ്വാൻസ് കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്ത് കാര്യങ്ങൾ എല്ലാം പറഞ്ഞു വെച്ചേക്കുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പോകണമല്ലേ. ഞാൻ പറഞ്ഞു പോകണം, പക്ഷെ ഇന്ന് പോകണം. ഇന്ന് പോകണേ എങ്ങനെ പൈസ? അല്ല ഞാനും ചോദിച്ചു എങ്ങനെ പൈസ? എൻ്റെ പൈസ ഇപ്പം ഇല്ലല്ലോടി. ആണോ? ആ സാരമില്ല, അഡ്മിഷനൊക്കെ അല്ലേ, അതൊക്കെ നടക്കും. യഹോവ ഈരേ. ഞാൻ ഉറങ്ങി. ഞാൻ പോയി പൗർഷി ഇരിക്കുമ്പോൾ ഇഷ്ടം പോലെ മിസ് കോള്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ചർച്ചയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു, എൻ്റെ കുഞ്ഞ് സഹോദരങ്ങൾ വിളിച്ചിരിക്കുന്നു. എന്നാ കാര്യം? ഒരമ്മച്ചി എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അമ്മച്ചി 92 വയസ്സുള്ളൊരു അമ്മച്ചിയാണ്. അവരുടെ ഫാമിലി ഞാൻ മനസ്സിലാക്കുന്ന ഒരു ബ്രാഹ്മൺ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ രക്ഷിക്കപ്പെട്ട ഒരു മർത്തോമ സഭയിലൂടെ വന്ന മർത്തോമക്കാരായ ഒരു കുടുംബമാണ്. ഞാൻ ആ അമ്മച്ചിയുടെ അടുത്ത് ചെന്ന്, എൻ്റെ അമ്മച്ചി പാസ്റ്റർ മോൻ പാസ്സായോ? പാസ്സായി. അത് ഞാൻ അറിഞ്ഞു. ഞാൻ ചോദിച്ചപ്പം തിരക്കിപ്പോൾ അറിഞ്ഞു. അവന് അഡ്മിഷൻ എടുത്തോ? ഇല്ല അമ്മച്ചി, പോകണം. പക്ഷേ അഡ്മിഷൻ എടുക്കണം, പൈസയെല്ലാം ഞാനാ തരുന്നേ, പൈസ മേടിക്കണം. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മൾക്കൊരു അന്തസ്സില്ലേ, വേണ്ട അമ്മച്ചി, അതൊന്നും സാരമില്ല അമ്മച്ചി, അതൊക്കെ നടക്കും. അങ്ങനല്ല, എൻ്റെ നിർബന്ധമാണ് മോനെ, അമ്മച്ചിയുടെ ആഗ്രഹം. നീ എന്നെ ഒരിക്കലെങ്കിലും അമ്മച്ചി എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു ആഗ്രഹം. അമ്മച്ചി തന്നു, അടച്ചു. ഈ അടുത്തിടയ്ക്ക് അമ്മച്ചി എന്നെ വിളിച്ചപ്പം പറയുക, എനിക്കിപ്പോൾ ഒറ്റ ആഗ്രഹമുള്ള മോനെ, ഇനി മരിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല, വയസ്സൊക്കെ ഇല്ലേ, പക്ഷേ എൻ്റെ ഒരു പ്രശ്നം, ഞാൻ ദൈവത്തോട് പറയുന്നത് എനിക്കൊരു 2 വർഷം കൂടെ എങ്കിലും തരണം. ഞാൻ ചോദിച്ചു അതെന്തിനാ അമ്മച്ചി 2 വർഷം? അമ്മച്ചി ഒത്തിരി നാളിരിക്കട്ടെ. അല്ല അങ്ങനല്ല മോനെ, 2 വർഷത്തെ ആഗ്രഹമുണ്ട്, കുറച്ച് നാൾ. ഞാനിപ്പം മരിച്ച എൻ്റെ അച്ഛൻ്റെ ഭർത്താവിൻ്റെ പെൻഷൻ കൊണ്ടാണ് ഞാൻ മോനെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഞാൻ മരിച്ചാൽ പിന്നെ പെൻഷൻ കിട്ടത്തില്ല. അപ്പം ഞാൻ ജീവിച്ചിരുന്നാലേ അവൻ്റെ പഠിത്തം പൂർത്തീകരിക്കണ്ടേ? അതിനുവേണ്ടി ഞാൻ ദൈവത്തോട് ആയി ജീവിച്ചുകൊണ്ടിരിക്കുക. ആരുമല്ലാത്ത ഒരമ്മച്ചി എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കാൻ 2 വർഷത്തെ ആയുസ്സൂടെ തമ്പുരാനോട് ചോദിക്കുമ്പോൾ ഈ ബിക്ക് വേണ്ടി എത്രയോ എകൾ എഴുന്നേറ്റത് കൊണ്ടാണ് ഞാനിന്ന് ഇവിടെ നിൽക്കുന്നേ. നാം അറിയാതെ എത്രയോ ആൾക്കാരെ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥന ചോദിക്കട്ടെ, അവരിന് വേണ്ടി ഉണരാൻ ആഗ്രഹമുള്ളവരെല്ലാം പ്രാർത്ഥിച്ച് അവരിന് വേണ്ടി ഉണരാൻ. നമ്മൾ പല കാര്യങ്ങളും ചിന്തിച്ചു. അവരിന് വേണ്ടി ഉണരാൻ ആഗ്രഹമുള്ളവരെല്ലാം കർത്താവിൻ്റെ സന്ധിയിൽ ഒന്ന് കരമുയർത്തി പ്രാർത്ഥിച്ച്, എനിക്ക് അവരിന് വേണ്ടി ഉണരണം, എന്നെ ഉണർത്തണം കർത്താവേ. എപ്പോൾ ഉണർത്തണം? അർദ്ധരാത്രി ഉണർത്തണം. പ്രാർത്ഥിക്കണേ, ഗൗരവമായി പ്രാർത്ഥിക്കണം പ്രിയരെ. ഉണരാൻ ആഗ്രഹിച്ച തമ്പുരാൻ ഉണർത്തും. ഞാൻ പറഞ്ഞില്ലേ, ജീവിതയാത്രയിൽ പലപ്പോഴും ഈ എളിയവൻ ഒറ്റയ്ക്കായിരുന്നു. ഏറെ പ്രതിസന്ധികളിലൂടെ ഞാൻ എൻ്റെ യൗവനകാലത്ത് ഒറ്റയ്ക്ക് കടന്നു പോയിട്ടുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും ഒറ്റയ്ക്ക് ഞാൻ തരണം ചെയ്തവനാണ് എന്ന് പറഞ്ഞാൽ അതൊരു അതിശക്തിയല്ല, എല്ലാവരും ഉള്ളപ്പം പോലും. പക്ഷെ അന്ന് പ്രശ്നമൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കട്ടിൽ കാലെ കെട്ടിയിടുമായിരുന്നു. എൻ്റെ കാല് കട്ടിലെ കെട്ടിയിടുമായിരുന്നു. എന്നിട്ട് ഉറങ്ങും. കാല് കട്ടിലെ കെട്ടിയിട്ടാൽ എന്തോ പറ്റും? ഉറക്കത്തിൽ അങ്ങോട്ട് തിരിയുമ്പോഴും തിരിയുമ്പോഴും കാല് വലിക്കും. കാല് വലിക്കുമ്പം തന്നെ എന്തു ചെയ്യും? ഉണരും. അങ്ങനെ പ്രതിസന്ധികളിൽ, പ്രശ്നങ്ങളിൽ അഭിമുഖിച്ച പലതിലും ഒറ്റയ്ക്കുണർന്നും കരഞ്ഞും നിലവിളിച്ചും ഒക്കെ ഇവിടം വരുമ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ആ സമയത്ത് നിനക്ക് വേണ്ടി ഞാൻ ഉണർന്നായിരുന്നു പറഞ്ഞ എത്രയോ അമ്മമാരുടെ സാക്ഷ്യങ്ങൾ, എത്രയോ അപ്പച്ചന്മാരുടെ വേദനകൾ. ഈ രാത്രി സഭയോട് ദൈവം ചോദിക്കുക, അവരിന് വേണ്ടി ഉണരാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ. എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല, അവരെൻ്റെ കുഞ്ഞിന് വേണ്ടി ഉണരാൻ കർത്താവേ, കർത്തൃദാസന്മാർക്ക് വേണ്ടി ഉണരാൻ, ഭാരതത്തിന് വേണ്ടി ഉണരാൻ, രാത്രിയിൽ എന്നെ എഴുന്നേൽപ്പിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ ഈ രാത്രി പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കുക. അവരിന് വേണ്ടി അർദ്ധരാത്രി ഉണരുക. അങ്ങനെയുള്ളവരാണ് ഇന്നും ഓർക്കപ്പെടേണ്ടത്. വേദപുസ്തകത്തിലെ ഏറ്റവും നല്ലൊരു വ്യക്തിത്വങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കാണുന്ന ഒരാളാണ് മറിയം. തൻ്റെ ഉദരം ശ്രീയേശുനാഥന്
പരിശുദ്ധാത്മാവിന് ഗർഭവതിയാകാൻ വിട്ടുകൊടുത്ത ഒരമ്മ. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു സംഭവം അമ്മയിലൂടെ ദൈവം പുറത്ത് കൊണ്ടുവന്നത്? ശ്രദ്ധിച്ചാൽ കാണാം, മറിയം ഒരു കാര്യം പറയുന്നുണ്ട്. ദൂതൻ വന്ന് പറയുമ്പോൾ, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. ചെറിയൊരു കാര്യമല്ല അത്. കാരണം അത് ലൂക്കായിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലൂക്കോസ് അത് പറയുന്നത്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വാക്ക് പോലെ എനിക്ക് ഭവിക്കട്ടെ. അപ്പോൾ കർത്താവ് ദൂതൻ പറയുന്നൊരു കാര്യമുണ്ട്. നിൻ്റെ ചാർച്ചക്കാരത്തി എലിസബത്തും എന്ത് ചെയ്തു? ഗർഭം ധരിച്ചു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് ഇത് 6-ാം മാസം. അപ്പോൾ മറിയ എഴുന്നേറ്റ് യഹൂദ പട്ടണത്തിൽ കണ്ടോ ബന്ധപ്പെട്ട് എന്ന് സെക്കരിയാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു. എത്ര? ലൂക്കോസ് 1:39 വന്ദിച്ചു. ഇനി ഞാൻ കണ്ടൊരു പ്രത്യേകത മറിയത്തിൽ, മറിയം 56-ാമത്തെ വാക്യത്തിൽ കാണാം. അവരുടെ പാട്ടൊക്കെ ഉണ്ട് അവിടെ. 56-ാം വാക്യം 1-ന്റെ മറിയ ഏകദേശം എത്ര മാസം? 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് എന്ത് ചെയ്തു? മടങ്ങി. മറിയം 3 മാസം അവിടെ പാർക്കുമ്പോൾ എലിസബത്തിന് 6 മാസമെന്നാണ് ദൂതൻ പറഞ്ഞു. അപ്പോൾ 6 + 3 എത്രയായി? 9ആയി. 9-ാം മാസം പ്രസവത്തിൻ്റെ മാസമാണ് ആണല്ലോ അമ്മമാരെ. 9 മാസം തികയുമ്പോഴാണ് എന്ത് നടക്കുക? പ്രസവം. അങ്ങനെയാണെങ്കിൽ മറിയം തൻ്റെ ഗർഭത്തിൻ്റെ പ്രാരംഭ സമയം ഏത് സ്ത്രീക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയമാണ്. സ്വാഭാവികമായും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയം. ആ സമയത്ത് പോലും വൃദ്ധയായ ഒത്തിരി പ്രായം ചെന്ന ഈ എലിസബത്തിന് വേണ്ടി തൻ്റെ കുഞ്ഞിനെ വയറ്റിയിട്ടുകൊണ്ട് 3 മാസം ചെലവഴിച്ചു മറിയം. ആർക്ക് വേണ്ടി? എലിസബത്തിന് വേണ്ടി. ഇന്ന് ഓർക്കപ്പെടാൻ തുടങ്ങും മറിയം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ആദരിക്കപ്പെടണം. ആരാധനയും ആദരവും രണ്ടാണ്. പക്ഷെ മറിയം 3 മാസം ആർക്ക് വേണ്ടി കൊടുത്തു? എലിസബത്തിന് വേണ്ടി കൊടുത്തു. നമ്മൾ ഈ മരിക്കുന്നതിന് മുമ്പ് ഒരു ആഴ്ചയെങ്കിലും ഒരാൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അല്ലാതെ ജീവിക്കണം. എന്തൊരു സന്തോഷമാണെന്നറിയാം. നമുക്ക് വേണ്ടി അല്ലാതെ ഒരാഴ്ച ജീവിച്ചു വയ്ക്കുക. ഒരാളുടെ കൂടെ ആശുപത്രി നിൽക്കുക. ആരാത്? ജോലിയല്ല, നമ്മുടെ സഭയിലുള്ള ഒരാളാ, അല്ലെ ചർച്ചക്കാരാ, അല്ലെ ബന്ധുക്കളാ, അല്ലെ കൂട്ടുകാരാ, നമ്മുടെ സഹവിശ്വാസിയാ. 1 മാസം അവരുടെ കൂടെ ആശുപത്രി ചെയ്യുന്നു. നമ്മൾ ആ 100 ദിവസം ആർക്ക് വേണ്ടിയാണ് ജീവിച്ചേ? നമുക്ക് വേണ്ടിയാണോ? അവർക്ക് വേണ്ടിയാണോ? അവർക്ക് വേണ്ടി ജീവിക്കുക. മരിക്കുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും എന്നറിയാം. നമുക്ക് എന്താ കാര്യം? അവരുടെ ജീവിതമൊക്കെ പുണ്യപ്പെട്ടതായിരിക്കും. ഞാൻ ഒരാൾക്ക് വേണ്ടിയെങ്കിലും ജീവിച്ചിട്ടുണ്ട്. 100 ദിവസത്തോളം എൻ്റെ പെങ്ങൾ ആശുപത്രി കിടന്നു. ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിൽ വല്ലാതെ ശരീരം പൊട്ടി വ്രണമായി വല്ലാത്ത ദുരന്തത്തിലാണ്. കാണാൻ പ്രയാസമായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എൻജിനീയറിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സാം, ആ 100 ദിവസത്തിൽ പല ദിവസവും ഞാനില്ലാഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി നിന്നത് അവനാ. മുഴുവൻ ദിവസങ്ങളിലെ മിക്കവാറും ദിവസങ്ങളിൽ അവരിന് വേണ്ടി കുറേ ദിവസം നിൽക്കാനൊത്ത, കൊടുത്താനൊത്ത ജീവിതം പുണ്യമാണ്. എൻ്റെ ഒരു ചോദ്യം മുമ്പേ ഞാൻ ചോദിച്ചു, അർദ്ധരാത്രി എഴുന്നേറ്റോന്ന്. എനിക്ക് വേണ്ടി അല്ലാതെ ഒരാഴ്ച മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന്. നേഴ്സ് ജോലി ചെയ്യുന്നതിൻ്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, അത് ശമ്പളത്തിൻ്റെ ഭാഗം അല്ല. ഒരാഴ്ച ഈ ആയുസ്സിൽ ഞാൻ ഒരാൾക്ക് വേണ്ടി, മറ്റൊരാൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എന്ന് ബോധ്യമുള്ളവരൊന്ന് കൈവക്കാവും. സ്വന്തം അപ്പന് വേണ്ടിയാ ഞാൻ ചോദിക്കുന്നത്, അപ്പനും അമ്മയല്ല. അത് സ്വാഭാവികമല്ലേ, ധർമ്മമല്ലേ, കടമയല്ലേ. എൻ്റെ ബന്ധമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ ഒരാഴ്ചയെങ്കിലും ജീവിച്ചിട്ടുണ്ട്. കൈവക്കാവും. ശരിക്കും അന്നോട്ട് ഞാൻ പറഞ്ഞിട്ടേ മനസ്സിലാക്കിയിട്ടേ കൈവക്കാവും. എൻ്റെ ആരുമല്ലാത്ത, എന്നാൽ രക്തബന്ധമല്ലാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചു എന്ന് ഓർമ്മയുള്ളവരൊന്ന് കൈവക്കുകയും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കും. ഒരാഴ്ച ഒരാൾക്ക് വേണ്ടി ജീവിച്ചു. എന്തൊരു ഭാഗ്യത്. മറിയം എത്ര മാസമാണ് ജീവിച്ചേ? 90 ദിവസം. 90 ദിവസം മറ്റൊരാൾക്ക് വേണ്ടി ജീവിച്ച മറിയം ഇന്ന് ഓർക്കപ്പെടുകയാണ്. സാർത്ഥതയുടെ മണിമുകുടമാണ് ഇന്നത്തെ ലോകം. നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി ഒരു ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊക്കൂ? മറ്റൊരാൾക്ക് വേണ്ടി ഒരു ദിവസം എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനൊക്കൂ? ഇങ്ങനെയുള്ള കൊച്ചു മനുഷ്യർ ഇന്നും ഉണ്ടെന്ന് മറക്കരുത്. മറ്റൊരാൾക്ക് വേണ്ടി ജീവിക്കാൻ, മറ്റൊരാൾക്ക് വേണ്ടി. നമ്മൾ ചിലതൊക്കെ ചെയ്തിട്ട് വലിയ ഭാരമായിട്ടൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്, ഞാൻ എന്തുമാത്രം യാത്ര ചെയ്തു. വർഷങ്ങൾ യാത്ര ചെയ്തു. വർഷങ്ങളൊക്കെ യാത്ര ചെയ്തത് എത്രയോ വർഷങ്ങളാണ്. എളിയവരൊക്കെ അതിലൊക്കെ എന്തോ കുറവാണ്.
എന്നാലും ഞാൻ ചെന്ന് താമസിക്കുന്ന വീടുകളിൽ ഒരു മാസമൊക്കെ ഞാൻ താമസിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ഇപ്പോൾ അത്ര ഇല്ലെങ്കിൽ പോലും എനിക്ക് വേണ്ടി മുറി ഒഴിഞ്ഞു തരുന്നവർ, അവിടെ കിടത്തുന്നവർ, കൊണ്ട് അടക്കുന്നവർ, ഡ്രസ്സ് കഴുകി കൊണ്ട് വെക്കുമ്പോൾ ആരുമല്ലാത്ത ആരോ നമുക്ക് വേണ്ടി ആകുകയല്ലേ. എത്രയോ പേര് നമുക്ക് വേണ്ടി ജീവിക്കുക, എത്രയോ പേർ നമുക്ക് വേണ്ടി ജീവിക്കുക. എനിക്കൊരു കൃഷ്ണമ്മച്ചി ഉണ്ടായിരുന്നു. കോവിഡിൽ ആ അമ്മച്ചി പോയി. 76 വയസ്സുള്ള അമ്മച്ചി, കൃഷ്ണമ്മച്ചി, അടുക്കളയിൽ പലരുടെ ജോലി ചെയ്യുക. അപ്പോൾ ഈ കൃഷ്ണമ്മച്ചി വന്നിട്ട് ഞായറാഴ്ച നേരിട്ട് കയ്യിൽ ഒരു കാണിക്ക കൊണ്ടെത്തരും. തിരുവനന്തപുരം തെക്കുള്ള അമ്മച്ചി നാട്ടിൽ വന്ന കൂലിവേലയാണ്. ഞാൻ അമ്മച്ചിയെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു കൊച്ചമ്മച്ചി, 76 77 വയസ്സുണ്ട്. ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ച, അമ്മച്ചി എന്തിനാ അമ്മച്ചി പൈസ? അമ്മച്ചിക്ക് അങ്ങോട്ട് തരണ്ടേ? അല്ല മോനെ, സന്തോഷമല്ലേ. എങ്ങനെ അമ്മച്ചി പൈസ? ആഴ്ചയിൽ ഞാൻ 5-6 ദിവസം കൂലിവേലയ്ക്ക് പോകും. പിന്നെ അത് കിട്ടുന്നതുകൊണ്ടാണ്. വയ്യാത്ത ഒരു മോളുണ്ട്, അവരുടെ കുഞ്ഞുണ്ട്, അവരെയെല്ലാം ഞാനാണ് നോക്കുന്നത് ഇപ്പോഴും. അത് ഈ കൂലിവേല ചെയ്താൽ ദിവസം 500 രൂപ ഒക്കെ ശമ്പളം കിട്ടും. പിന്നെ ഞാൻ ആഴ്ച 3-4 ദിവസം 5 മണി കഴിഞ്ഞ് ഓടി ഒന്നിൻ്റെ വീട്ടിൽ പോയി പെട്ടെന്ന് മിറ്റം തൂക്കും. 1 മണിക്കൂർ മിറ്റം തൂത്ത് ഒന്ന് വെള്ളം കോരി വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവരെനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. ആഴ്ചയിൽ ഈ 5 മണി കഴിഞ്ഞ് പോകുന്നത് ഈ മോന് വേണ്ടി, മറ്റേത് പോകുന്നത് എൻ്റെ പിള്ളേർക്ക് വേണ്ടി. ആ കൃഷ്ണമ്മച്ചി കോവിഡ് മരിച്ചുപോയി. 76 വയസ്സുള്ള അമ്മച്ചി ഈ മോന് വേണ്ടി 5 മണി കഴിഞ്ഞ് ജോലി ചെയ്യാൻ പോവാ. അങ്ങനെ എത്രയോ പേർ. ഇതാണ് ദൈവരാജ്യം. ദിസ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദിസ് ഈസ് ദ കൾച്ചർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ദിസ് ഈസ് ദ സംസ്കാരം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരന് വേണ്ടി ഉണരാൻ പോയി നിൽക്കാനൊന്നും ഒത്തില്ലെങ്കിലും അവരന് വേണ്ടി ഉണരാൻ എന്നെ ഒന്ന് ഇടയാക്കണേ. അങ്ങനെ തട്ടി ഉണർത്തണേ. എന്നിട്ട് ഞാൻ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണെങ്കിൽ സമ്മതിച്ചിരിക്കുന്ന 2 അടി കിട്ടി എന്നെ ഉണർത്തണേ. എന്തിനാ? അവന് വേണ്ടി ഉണരാൻ. ഞാൻ ഉണർന്നില്ലെങ്കിൽ ഈ ബേബി ചെന്ന് പോകത്തില്ലേ? അവൻ ഉറങ്ങാതെ കിടക്കത്തില്ലേ? സിയുടെ കയ്യിൽ അവന് കൊടുക്കാനുള്ളതെല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ ചെന്ന് ചോദിച്ചാലേ സി തരത്തുള്ളൂ. എയും സിയും തമ്മിലുള്ള ബന്ധം അതാ. ബിക്ക് വേണ്ടി പോകാൻ എ ഉണ്ടെങ്കിലേ ഒക്കത്തുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയെങ്കിൽ ഈ രാത്രി അടിവൻ ചോദിക്കുക, അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അഭിഷേകത്തെ എനിക്ക് തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കണം. അവരിന് വേണ്ടി. ഒപ്പം തന്നെ ഞാൻ ചോദിക്കുക, അവരിന് വേണ്ടി. എൻ്റെ സഭയിലെ വണ്ടി ഓടിക്കുന്ന മിക്ക മക്കളും ബിടെക് കഴിഞ്ഞവരാണ്. 5-6 എൻജിനീയേഴ്സുണ്ട് എനിക്ക്. നല്ല BS നഴ്സിംഗ് കഴിഞ്ഞ് എൻ്റെ കൂടെ 1 വർഷം ജോലി 2-3 വർഷം നിന്ന് സർവീസ് ചെയ്തവരുണ്ട്. അവരിന്ന് യൂറോപ്പിലാണ്. 10 വർഷത്തോളം രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ചവരുണ്ട്. അവരാരും നാട്ടിയില്ല. അവരെല്ലാം ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിൻ്റെ കണക്കുകളല്ല എനിക്ക് പറയാനുള്ളത്. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, അവരിന് വേണ്ടി എഴുന്നേക്കാനുള്ള കൃപ എനിക്ക് തരണം. എന്നാൽ ബിടെക് കഴിഞ്ഞ മക്കൾ വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കാൻ അത്യാവശ്യം ഒന്ന് ആവശ്യപ്പെട്ടപ്പോൾ എൻ്റെ കുഞ്ഞ് വണ്ടി ഓടിച്ച് നിൻ്റെ സഭ വളരണ്ടാന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരുമുണ്ട്. എൻ്റെ കുഞ്ഞ് വണ്ടി ഓടിച്ച് നീ അങ്ങനെ വേല ചെയ്യണ്ട. അതിനല്ല ഞാൻ കുഞ്ഞിനെ വളർത്തിയത്. അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പക്ഷെ നിരുപാധികമായി കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോകുക പാസ്റ്ററെ, ആ സഭയ്ക്ക് പ്രയോജനപ്പെട്ടെന്ന് പറയുന്ന എത്രയോ അമ്മമാരുണ്ടെന്നറിയാമോ? വിളിച്ചുകൊണ്ട് പോകുക പാസ്റ്ററെ, അവൻ സഭയ്ക്ക് പ്രയോജനപ്പെട്ടെന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി എന്നെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കാം കണ്ണടച്ച്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെല്ലാം ഇന്ന് നമുക്കൊരു പ്രാർത്ഥനയുടെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. കർത്താദാസൻ പറഞ്ഞതുപോലെ ഈ പ്രാവശ്യത്തെ എൻ്റെ ഒരു പക്ഷേ ലാസ്റ്റ് സെക്ഷനാണ്. പക്ഷേ എനിക്ക് നിനക്ക് വേണ്ടി ഉണരണം, എന്നെ ഉണർത്തണം. ആത്മീയത എന്ന് പറയുന്നത് ഒരു കണ്ടൻമെൻറ്റ് ലൈഫാണെങ്കിലും അതിനകത്തൊരു ഡിസ്കണ്ടൻമെൻ്റ് ഉണ്ട്. അവരുടെ വേദന അസ്വസ്ഥപ്പെടുത്തുന്നവൻ ആരോ അവൻ ഉണരും. അവരിന് വേണ്ടി ഉണരും. അവരുടെ വേദനകളിൽ അസ്വസ്ഥപ്പെടുന്നവർ അവന് വേണ്ടി ഉണരും.
അവന് വേണ്ടി പോകും. എവിടെ? സിയുടെ അടുത്ത് പോകും. എന്നിട്ട് സിക്ക് വേണ്ടത് ബിക്ക് വേണ്ടത് സിയുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരും. അങ്ങനെ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കുന്നു. എനിക്കതിനുള്ളൊരു കൃപ തരണം. ഞങ്ങളതിന് ഉണരാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റൊരാൾക്ക് വേണ്ടി. ഉണർത്തണേ എന്നെ പ്രിയരെ. ഉണരാൻ ആഗ്രഹിച്ചാൽ ഉണ്ടല്ലോ, ഉണരാനുള്ള ആരോഗ്യം തരും, ഉണരാനുള്ള ഓർമ്മ തരും. ഓർമ്മയുള്ളപ്പോഴേ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. ഓർമ്മ പോയാൽ എന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കേ. ഓർമ്മ പോയാൽ പ്രാർത്ഥിക്കാനൊക്കൂ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയ ആവശ്യം എന്താ? ഓർമ്മയാണ്. ഓർമ്മ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. ഓർമ്മ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ ഉണ്ടല്ലോ, അഥവാ നമ്മുടെ ഓർമ്മ പറഞ്ഞാലും ഓർമ്മയുടെ പുസ്തകത്തിൽ അത് കാണും. ഒരു പക്ഷെ മറവിയുടെ ലോകത്തേക്ക് നമ്മൾ പോയാലും മറക്കത്തില്ല കർത്താവ്, മറക്കത്തില്ല. മറവിയുടെ ലോകത്തേക്ക് നമ്മൾ പോയാലും കർത്താവ് അത് മറക്കില്ല, കർത്താവ് അത് മറക്കില്ല.